സുധീർ കുട്ടിയാണ് ഫസ്റ്റ് ജോയിൻ ചെയ്തത്. സുധീറിനെ മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. നിഖിൽ, ജംഷദ്, അനിരുദ്ധ്, OMS അങ്ങനെ കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സുഹേൽ, ഖാലിദ്, PV, ഷംസുദ്ദീൻ, സുഹേൽ, അഫ്സൽ. ഓക്കെ, കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 10 പേരായാലും നമുക്ക് തുടങ്ങാം. വീക്കെൻഡാണ്, എല്ലാവരും പല കാര്യങ്ങളിലൊക്കെ തിരക്കായിരിക്കും. കുറച്ച് പേരെങ്കിലൂടെ കുറച്ച് പേര്, അതായത് അത്യാവശ്യമായിട്ട് ഇൻഫർമേഷൻ അറിയാൻ ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ ജോയിൻ ചെയ്യുന്നുണ്ടാവുക. അവരോട് കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. യെസ്, സുഹേൽ കണ്ണൂർ. സുഹേലിൻ്റെ മെസ്സേജ് ഞാൻ കണ്ടു. സുഹേൽ ഹായ് പിന്നെ ആരൊക്കെയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്? കുറച്ച് പേരുടെ ഹായ് 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 മെസ്സേജസ്. നിഖിൽ, നിക്, Ryan, then Suhail, M, Dubai, Manu, then Temu Khan, സിജോ വെള്ളിയത്തിൻ്റെ മെസ്സേജ് കാണാൻ സാധിക്കുന്നുണ്ട്. അഖിൽ, അപ്പു ഹായ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പേരൊക്കെ മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുന്നു, കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തുടങ്ങണമെന്നൊക്കെയാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. ഇന്നും അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയല്ല നമ്മൾ പോകുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ആക്ച്വലി കഴിഞ്ഞ 2 ദിവസം മുൻപ് തന്നെ നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ അപ്ഡേറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഇവിടെ UAE നിന്നുള്ള UAE ബേസ്ഡ് ആയിട്ടുള്ള എയർലൈനാണ്. സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് സുഹേൽ. സ്റ്റാർട്ട് ചെയ്തു സുഹേൽ. എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്, സേഫ് ആയിട്ടുള്ളൊരു വീക്കെൻഡ് ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ദിവസങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജൂൺ 10-ാം തീയതിയിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ. പക്ഷെ ദിവസങ്ങളൊക്കെ പെട്ടെന്ന് പോകട്ടെ. ഒരു കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. കാരണം 2 ദിവസം മുൻപ് നമ്മുടെ എയർലൈൻ സിന്ധു ചേച്ചി, യൂനിസിൻ്റെ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ജാഫർ മുഹമ്മദിൻ്റെ മെസ്സേജ് എന്താ വിശേഷം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ആദ്യം തന്നെ ആ ഒരു അപ്ഡേറ്റിലേക്ക് പോവാം. അതിനുശേഷം ഞാൻ നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. വിശേഷമാണ് പറയുന്നത്. സുഹേൽ, ഓക്കെ, വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ പെട്ടെന്ന്, അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർ വിചാരിക്കും എന്താണ് ഇവരിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും കാര്യങ്ങൾ പറയാം. 2 ദിവസം മുൻപ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ട്രാവൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജൂലൈ 6-ാം തീയതി വരെ ഇന്ത്യയിൽ നിന്ന് UAE-ലേക്കുള്ളവരുടെ ട്രാവൽ റെസ്ട്രിക്ഷൻസ് ദീർഘിപ്പിച്ചു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1-2 പേരുടെ മെസ്സേജസ് ഒക്കെ കണ്ടിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ആ ഒരു അനൗൺസ്മെൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ വിളിച്ച് ചോദിച്ചത് നമ്മുടെ UAE-ലുള്ള ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള എമിറേറ്റ്സ് എയർലൈൻസിൻ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഓഫീസിലാണ്. എയർ ഇന്ത്യ ഓഫീസിലൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട്, പിന്നെ നമ്മൾ ഒരിക്കലും പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഇനിയും അത് ട്രാവൽ റെസ്ട്രിക്ഷൻസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നുള്ളതല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനൊന്ന് ഹോൾഡ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ കറക്റ്റ് ഒരു വെരിഫിക്കേഷൻ നടത്തിയതിന് ശേഷം മാത്രമല്ലേ ചെയ്യാൻ പാടൂ. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ എയർ ഇന്ത്യയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ഹോൾഡ് ചെയ്തത്. അങ്ങനെ ഇന്ന് എമിറേറ്റ്സ് എയർലൈൻസ്, ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള എമിറേറ്റ്സ് എയർലൈൻസ് അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിലൂടെ ഒരു കാര്യം അറിയിച്ചിരിക്കുകയാണ്. അത് ഒരു പാസഞ്ചറുടെ ഒരു ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ പറഞ്ഞിട്ടുള്ളത് ജൂലൈ 6-ാം തീയതി വരെ, ഇനി കൂട്ടണ്ട, ജൂലൈ 6-ാം തീയതി വരെ ഈ ഒരു ട്രാവൽ റെസ്ട്രിക്ഷൻസ് ദീർഘിപ്പിക്കുന്നു എന്നാണ് എമിറേറ്റ്സ് എയർലൈൻസും അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ട്രാവൽ അപ്ഡേറ്റ് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റഡ് ആകും എന്ന കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും. കാരണം ഇപ്പോൾ ഇത്രയും നാൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ജൂൺ 30-ാം തീയതി വരെ ആയിരിക്കും ട്രാവൽ റെസ്ട്രിക്ഷൻസ് എന്നാണ്. അപ്പോൾ ഇനി അത് ജൂലൈ 6-ാം തീയതി വരെ ദീർഘിപ്പിക്കുന്നു എന്നുള്ളതാണ് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു അനൗൺസ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു നമ്മൾ കുറേ നാളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം മെയ് 4-ാം തീയതി അല്ലെങ്കിൽ 14-ാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ സമയത്താണ് നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഇനിയിപ്പോൾ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ദീർഘിപ്പിക്കുമെന്ന്. മെയ് 4-ാം തീയതിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ന്യൂസ് തന്നെ അതെ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നമുക്ക് ഇതുവരെ ഈ ഒരു മൊമെന്റ് വരെ കിട്ടിയിട്ടില്ല. അപ്പോൾ
എമിറേറ്റ്സ് എയർലൈൻസ് പറയുന്നത് ജൂലൈ 6 എന്നാണ്. ഇനിയിപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ ബെറ്റർ ആവുകയാണെങ്കിൽ തീരുമാനങ്ങളൊക്കെ റിവോക്ക് ചെയ്തുകൂടാ എന്നില്ല. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് കാര്യങ്ങളൊക്കെ ബാക്ക് ടു നോർമൽ ആവണം എന്നുള്ളതാണ്. റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറി സാധാരണ രീതിയിലേക്ക് എന്താ പറയുക വരണം, സാധാരണ രീതിയിലേക്ക് വരണം. എന്നാൽ മാത്രമാണ് ബിസിനസ്സൊക്കെ സർവൈവ് ചെയ്യുള്ളൂ. ആളുകളുടെ എന്താ പറയുക, ഈ പാൻഡമിക് സിറ്റുവേഷൻ മാറിയാലും ദാരിദ്ര്യം മാറാനായിട്ട് പല ലോകരാജ്യങ്ങൾക്കും കുറേയധികം സമയം എടുക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണല്ലോ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എത്രയും പെട്ടെന്ന് ബാക്ക് ടു നോർമൽ ആവണം, റെസ്ട്രിക്ഷൻസ് ഒക്കെ ലിഫ്റ്റ് ചെയ്ത് സാധാരണ ജീവിതത്തിലേക്ക് എല്ലാവരും മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ബെറ്റർ ആവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ നമ്പേഴ്സിന്റെ എണ്ണത്തിൽ കാര്യമായിട്ടുള്ള കുറവ് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വരികയാണെങ്കിൽ കാര്യങ്ങളൊക്കെ വളരെ ബെറ്റർ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ഷാഫി കങ്കോലിന് മെസ്സേജ് വന്നിട്ടുണ്ട്. അൽ ഹൊസൻ ആപ്പിൽ വരുന്ന 4 കളറിനെ കുറിച്ച് പറയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 കളറല്ല, 3 കളറേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒന്ന് റെഡ് കളർ, മറ്റൊന്ന് ഗ്രേ കളർ, മറ്റൊന്ന് ഗ്രീൻ കളർ. ഓക്കെ, ഈ 3 കളേഴ്സാണ് അൽ ഹൊസൻ ആപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി മുതൽ ഇത്തരത്തിലുള്ള കളേഴ്സിന്റെ കാര്യം നമ്മൾ കാര്യമായിട്ട് നോക്കണം, എസ്പെഷ്യലി അബുദാബിയിലുള്ളവർ. കാരണം അബുദാബി അതോറിറ്റിയാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ഈ മാസം 15-ാം തീയതി മുതൽ അബുദാബിയിൽ ഇനി നെറ്റ് പോന്നോ, ഇനി നീട്ടുമോ? ഓക്കെ, ഇനി നീട്ടുമോ ഒന്നും പറയാൻ നമ്മളെ ആളല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, എങ്ങനെയാണ് മുന്നോട്ട് പോകാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇനി നീട്ടുമോ എന്നുള്ളത് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്, ഇന്നിപ്പോ ജൂൺ 10-ാം തീയതി ആയിട്ടുള്ളൂ. കാര്യങ്ങളൊക്കെ ബെറ്റർ ആവുകയാണെങ്കിൽ, ഇങ്ങനെയൊക്കെ പലയിടത്തുനിന്നും അനൗൺസ്മെന്റ്സ് വരാണെങ്കിൽ കൂടി കാര്യങ്ങൾ ഒരുപക്ഷെ ബെറ്റർ ആകും. പെട്ടെന്ന് തന്നെ ട്രാവൽ റെസ്ട്രിക്ഷൻസ് എടുത്തു മാറ്റുമെന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ പറയാൻ എന്താ പറയുക, അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ, അങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നീട്ടുക എന്നതിനേക്കാൾ ഈ ഒരു ട്രാവൽ റെസ്ട്രിക്ഷൻസ് വളരെ പെട്ടെന്ന് ചിലപ്പോൾ എടുത്തു മാറ്റപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിവേ നമുക്ക് നോക്കാം. വിസിറ്റിംഗ് എക്സ്പയർ ആകുന്നവർക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടോ ചേച്ചി എന്ന് ഷാഹിൻ ചോദിച്ചിട്ടുണ്ട്. ഷാഹിൻ, ഒരു കാര്യത്തിലും തീരുമാനം വന്നിട്ടില്ല. വിസിറ്റ് വിസ എക്സ്പയറി ഇവിടെ വിസിറ്റ് വിസ എക്സ്പയറി ആകാനായിട്ട് ആരും നിൽക്കരുത്. പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകുക. കാരണം വിസിറ്റ് വിസ എക്സ്പയറി ആവുന്നവർക്ക് ഒരു എക്സ്റ്റൻഷൻ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റ് സർവീസസിന്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല. എല്ലാം സാധാരണ പോലെ തന്നെ പോകുന്നുണ്ട്. അതായത് എയർ ബബിൾ എഗ്രിമെന്റ് പ്രകാരം അല്ലെങ്കിൽ വന്ദേ ഭാരത് മിഷന്റെ പ്രകാരമുള്ള ഫ്ലൈറ്റ് സർവീസസ് അതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വിസിറ്റ് വിസ എക്സ്പയർ ആയി അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഗുണമുണ്ടാകും, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും എക്സ്റ്റൻഷൻ ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് നിൽക്കരുത് എന്നുള്ളത് ആവർത്തിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് UAE-യിൽ ഉള്ളവരുടെ വിസിറ്റ് വിസ എക്സ്പയറി ആവുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലെത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നോക്കട്ടെ, 1-2 മെസ്സേജസ് വായിക്കാം. ഡ്രൈവർ വേക്കൻസിയുടെ നമ്പർ തരാന്ന് പറഞ്ഞിട്ട് തന്നില്ല എന്ന് അപ്പുക്കുട്ടൻ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിൽ. നിങ്ങൾ ആ ഒരു ഇതിൽ, കാരണം അത് വോക്കിൻ ഇന്റർവ്യൂ ആയിരുന്നു. അപ്പുക്കുട്ടനാണ് എന്നെ കോൺടാക്ട് ചെയ്തെങ്കിൽ ഒന്ന് പറയാം, അത് വോക്കിൻ ഇന്റർവ്യൂ ആയിരുന്നു. നമ്മുടെ യുണീക്കായി എന്ന് പറയുന്ന ആ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ബൗളിംഗ് സെന്റേഴ്സിലേക്ക് പോകുന്ന സമയത്ത് അൽക്കൂസ് ആ ഒരു മെയ്ദാൻ സ്ട്രീറ്റിലേക്ക് കടക്കുന്ന അവിടെ വോക്കിൻ ഇന്റർവ്യൂ ആണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ നമ്പറിലൊന്ന് വിളിച്ച് വാക്കിൻ ഇന്റർവ്യൂ അല്ലേ, കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് തന്നെ എനിക്കറിയില്ല. എത്ര ദിവസം ഉണ്ടായിരുന്നു എന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. കാരണം എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് ഞാൻ അന്ന് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് ഒരു ഡ്രൈവർ വേക്കൻസി ഉണ്ട്. അത് ഞാൻ എന്തായാലും ഈ ഒരു ലൈവിൽ പറയുന്നതായിരിക്കും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ പറയുന്നതായിരിക്കും. അത് RTA-യുടെ കീഴിലുള്ള അതായത് RTA-യുടെ കീഴിലുള്ള ടാക്സി സർവീസസിലേക്കാണ് ഡ്രൈവർ വേക്കൻസി ഉള്ളത്. ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കമന്റ് ആണ്, ഒരു ഇൻഫർമേഷൻ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതെന്തായാലും ഞാൻ പറയുന്നതായിരിക്കും. എന്തൊക്കെയാണോ എഴുതി വെച്ചിരിക്കുന്നത്. വിസ കഴിഞ്ഞാൽ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വിസ കഴിഞ്ഞാൽ വരാൻ പറ്റുമോ ഇത് ചോദിച്ചിട്ട് കുറേയധികം പേരുടെ മെസ്സേജസ് മോൻസി ജേക്കബ് ഇവിടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത്,
ഓക്കെ. എന്താന്ന് വെച്ചാൽ വിസ കഴിഞ്ഞാൽ വരാൻ പറ്റുമോ? കുറേയധികം പേര് ഈ ഒരു പ്രശ്നത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഓരോ സമയവും ദീർഘിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പാനിക് ആയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ്. എനിക്ക് അറിയുന്ന 1-2 പേര് എവിടെയാണ് എന്താ പറയാ, താജിക്കിസ്ഥാനോ വഴിയാണ്ട് ട്രാവൽ ചെയ്യാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, വരാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അതിനിടയിൽ അവരുടെ ട്രാവൽ പ്ലാൻ ആകെ മാറ്റിമറിഞ്ഞു. അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇവിടെയൊക്കെ എന്താ പറയുക, PCR ടെസ്റ്റ് എടുത്തും അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തും ഒക്കെ പൈസ പോകുന്നത് അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ നിന്നുള്ള പലരും. എന്തായാലും നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാനുള്ളത് നമ്പർ ഓഫ് കേസസ് ഇന്ത്യയിൽ കുറഞ്ഞു വരണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ ഡിപ്ലോമാറ്റിക് ലെവലിലുള്ള ഡിസ്കഷൻസ് നടക്കണം. നമ്മുടെ ഗവൺമെന്റ് അതോറിറ്റീസ്, നമ്മുടെ ഇന്ത്യൻ കോൺസുലേറ്റ് ആണെങ്കിലും ഇന്ത്യൻ എംബസി ആണെങ്കിലും UAE അതോറിറ്റീസ് ആയിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങൾ കുറച്ചും കൂടി എന്താ പറയുക സ്മൂത്ത് ആക്കാനായിട്ട് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് നീക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ അധികൃതരുടെ ഭാഗത്ത് നിന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പലരും ഇപ്പോൾ ഇന്ത്യൻ കോൺസുലേറ്റിനെ കോൺസുൽ ജനറലിനെ കാണാൻ പോകുന്നുണ്ട്. ഇന്ത്യൻ അംബാസിഡറുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. കാരണം സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇതാണ്. ജോലി പലരുടെയും നഷ്ടത്തിലാകുന്ന സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം 2 മാസത്തോളമായിട്ട് നമുക്ക് തിരിച്ച് ജോയിൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ചില കമ്പനികളൊക്കെ, കാരണം അവർക്കും കമ്പനിയുടെ ഡെയിലി വർക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. അതുകൊണ്ട് അവരെന്താന്ന് വെച്ചാൽ പുതിയൊരാളെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ നാട്ടിൽ സ്റ്റക്കായി പോയി, അവരുടേതല്ലാത്ത കുറ്റത്തിന് സ്റ്റക്കായി പോയി എന്ന് തന്നെ പറയണം അല്ലെ. പലതരം ആവശ്യങ്ങൾ കൊണ്ടാണ് പലരും നാട്ടിൽ പോയിട്ടുള്ളത്. 2-3 വർഷമായിട്ട് നാട്ടിൽ പോകാൻ കാത്തിരുന്ന് പോയവരാണ് പലരും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്താ പറയാ കടന്നു പോകുന്നവരാണ് പല പ്രവാസികളും. അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി UAE അതോറിറ്റീസ് ആയിട്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ ഇന്ത്യൻ കോൺസുലേറ്റ് ആണെങ്കിലും നമ്മുടെ എംബസി ആണെങ്കിലും ഒക്കെ തയ്യാറാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പല സംഘടനകളും ഇപ്പോൾ കോൺസുലേറ്റിലൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. അധികൃതരെ കണ്ട് കാര്യങ്ങൾ എന്താ പറയാ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് 6-ന് ശേഷം തുറക്കുമോ എന്നാണ് ഇവിടെ ഷെറിൻ ചോദിച്ചിട്ടുള്ളത്. ഷെറിൻ, നമുക്കിപ്പോൾ ഒരു കാര്യവും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്, ഞാൻ വിചാരിച്ചിരുന്നത് ജൂൺ 15-ാം തീയതിക്ക് ശേഷമൊക്കെ കാര്യങ്ങൾ ബെറ്റർ ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ ഓരോ സമയത്തും ഇങ്ങനെ ഫ്ലൈറ്റ് സർവീസസ് ദീർഘിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ദീർഘിപ്പിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. എസ്പെഷ്യലി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്നെ നിരന്തരം 2-3 പേര് വാട്സാപ്പിലൂടെയൊക്കെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു സാഹചര്യം കൂടി ഉള്ളത് കൊണ്ട് അവരുടെ സിറ്റുവേഷൻ എനിക്ക് ശരിക്കും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ബാക്ക് ടു നോർമൽ ആവട്ടെ എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ അനസിന്റെ മെസ്സേജ്, ചേച്ചി എൻ്റെ അമ്മയെ പോലെ തോന്നും ചേച്ചിയെ കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് അനസ്. അത് ഇതിലും വലിയൊരു കോംപ്ലിമെന്റ് എനിക്ക് കിട്ടാനില്ല. താങ്ക് യു സോ മച്ച്. അപ്പൊ അമ്മോട് പ്രത്യേകം എൻ്റെ അന്വേഷണം പറയണം കേട്ടോ. ഡിയർ സിസ്റ്റർ, ന്യൂ അൽഹോസൻ ആപ്പ് റൂൾ പ്രകാരം വിസിറ്റ് വിസക്കാർ എങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വിസിറ്റ് വിസക്കാരെ കുറിച്ച് ചിന്തിക്കുന്നതിൽ വിസിറ്റ് വിസയിൽ മറ്റേ ഇത് വേണ്ടി വരും അല്ലെ. ഈ അൽഹോസൻ ആപ്പിൽ നിങ്ങളുടെ വിസിറ്റ് വിസയിലുള്ള UID നമ്പർ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയാമല്ലോ അല്ലെ. അത് എന്താ മിസ്റ്റർ ദശമൂലം, എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പേരിട്ടിരിക്കണേ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും മിസ്റ്റർ ദശമൂലം കേൾക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് എന്താ പറയുക ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അൽഹോസൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് UID നമ്പർ, നമ്മൾ സാധാരണ രീതിയിൽ എമിറേറ്റ്സ് ID വെച്ചിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാറുള്ളത്. UID നമ്പർ എന്ന് പറയുന്നത് ഒരു 6 ഡിജിറ്റ് ഉള്ള നമ്മുടെ വിസിറ്റ് വിസയിൽ കാണുന്ന നമ്പറാണ്. അപ്പോൾ ആ നമ്പർ വെച്ചിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യുക. ആ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ തന്നെ നിങ്ങളുടെ PCR റിസൾട്ടൊക്കെ അതിൽ റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ അത് ഒന്ന് ചെയ്തു വെച്ചേക്കൂ കേട്ടോ. പിന്നെ വേറൊരു ജോബ് ശരിയായി ചേച്ചി, പക്ഷെ നാട്ടിൽ നിന്ന് ആൾ വന്നാൽ മാത്രമേ ഇവിടെ നിന്ന് വിടൂ എന്നാണ് ജിനു വർഗീസ് അറിയിച്ചത്. അതാണ് കുറേയധികം പേര് ഇങ്ങനെ പല പല പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജിനു, എന്തായാലും നിങ്ങളുടെ മാനേജ്മെന്റിനോടൊന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതായത് എസ്പെഷ്യലി പുതിയ ജോബ് പ്രൊവൈഡറിനോട് അല്ലെങ്കിൽ എംപ്ലോയറിനോടൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ നമുക്കിപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ കേട്ടോ. ഏത് FM-ലാണ് വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. യൂസർ 3675584 നമ്പറാണ്. ആ നമ്പറിൽ നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഞാൻ എന്തായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം എന്തായാലും ഞാൻ വീട്ടിൽ തന്നെയാണുള്ളത്. പിന്നെ താങ്ക് യു സിന്ധു മാം എന്ന് പറഞ്ഞിട്ട് ഷാഫിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ ആരാണ്, വിസിറ്റ് വിസ എക്സ്പയർഡ് ആയ വേറെ എടുത്തൂടെ? ഇവിടെ അത് ഞാൻ പറഞ്ഞേക്കാട്ടോ. അക്കുഷ പറഞ്ഞിട്ടുള്ളത്, അതായത് ഇവിടെ വിത്തിൻ കൺട്രി
വിത്തിൻ UAE വിസിറ്റ് വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വലിയ പ്രശ്നമില്ല. ഞാനത് അന്വേഷിച്ചിരുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതുകൊണ്ട്, ഒരു ടൈപ്പിംഗ് സെന്ററിൽ പോയിട്ട് വിവരം ചെക്ക് ചെയ്തതുകൊണ്ടാണ് എനിക്ക് അതിൽ ഉത്തരം പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു എക്സ്പേർട്ടിനെ പോലെ ഉത്തരം പറയാനായിട്ട് എനിക്ക് പറ്റില്ല. പക്ഷെ ഇപ്പൊ പറഞ്ഞ കാര്യം, ഇവിടെ വിസിറ്റ് വിസയിലുള്ള, നിലവിൽ UAE വിസിറ്റ് വിസയിലുള്ളവർക്ക് വിത്തിൻ UAE വിത്തിൻ കൺട്രി എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ എക്സ്റ്റൻഷൻ കൊടുക്കുന്നുണ്ട്. കുറച്ച് റേറ്റ് കൂടുതലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ എക്സ്റ്റൻഷൻ കിട്ടുന്നുണ്ട്. വിസിറ്റ് വിസക്കാർക്ക് വാക്സിനേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടോ അബുദാബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെയും എൻ്റെ അറിവ് പ്രകാരം വിസിറ്റ് വിസയിലുള്ളവർക്ക് വാക്സിനേഷൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല. തുടക്കത്തിൽ ഉണ്ടായിരുന്നു, അപ്പോൾ പലരും മാറി നിന്നു. ഇനി എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് മതി എന്ന് വിചാരിച്ചിട്ട് മാറി നിന്നവരുണ്ട്. പക്ഷെ എന്തായാലും വിസിറ്റ് വിസയിലുള്ളവർക്ക് ഇപ്പോൾ വാക്സിനേഷൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് അൽ ഖാസിമി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. 2 days ലീവ് ഉണ്ട്. വേറെ പാർട്ട് ടൈം ജോബ് നോക്കുന്നുണ്ടോ എന്നാണോ ഉദ്ദേശിച്ചത്? എന്തായാലും ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും സുഹൈറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, സഹായിക്കാനായിട്ട് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അവർ മുന്നോട്ട് വരണം. അപ്പോൾ സുഹൈർ ചോദിക്കുന്നത് അൽ ഖാസിമി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു, 3 days ലീവ് ഉണ്ടെന്ന്. അപ്പോൾ ഒരുപക്ഷെ വീക്ക്ലി 3 days ഓഫ് ഉണ്ടെന്നാണോ ഉദ്ദേശിച്ചത്? അതാണോ? ഇപ്പൊ എന്തായാലും പാർട്ട് ടൈം വർക്കൊക്കെ പലരും ഓപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം അത് കുറച്ചൊന്ന് ആദ്യം റെസ്ട്രിക്റ്റഡ് ആയിരുന്നെങ്കിലും പിന്നെ ഇതിപ്പോ ലീഗലി എന്താ പറയാ, നമുക്ക് ലെജിറ്റിമേറ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അത് വലിയ പ്രശ്നം ഉണ്ടാവാനായിട്ട് വഴിയില്ല. ഓപ്പർച്യൂണിറ്റീസ് കിട്ടാന്നുള്ളതും, പിന്നെ ഓഫ് കോഴ്സ് എംപ്ലോയറുടെ NOC വേണമെന്നൊരു നിബന്ധനയുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ ഓപ്പൺ ആയാൽ വിസിറ്റിൽ വരാൻ പറ്റും. ഓപ്പൺ ആയാൽ, അതാണ് ഞാൻ പറഞ്ഞത്, പലരുടെയും വിസിറ്റ് വിസയുടെയും ഒക്കെ എക്സ്പയറി കഴിഞ്ഞ് നാട്ടിൽ നിൽക്കുന്നവരുണ്ട്. ഒരുപക്ഷെ റെസ്ട്രിക്ഷൻസ് ഒക്കെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ വന്നിട്ടുള്ള ചേഞ്ചസ്, അല്ലെങ്കിൽ എന്തൊക്കെ റിലാക്സേഷൻ ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഒന്നും തന്നെ ഗവൺമെന്റ് നൽകിയിട്ടില്ല. നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനായിട്ട് സാധിക്കില്ല എന്ന് വേണം പറയാൻ. ഇവിടെ നിന്ന് വിസിറ്റ് തീർന്നാൽ, യെസ്, അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നിന്ന് വിസിറ്റ് തീർന്നാൽ എടുക്കാൻ പറ്റും, വിത്തിൻ കൺട്രി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. റിയാദിൽ നിന്നും ദുബായിൽ വന്നൊരു ബിഗ് ഹായ് എന്ന് പറഞ്ഞ അമ്മന്റെ മെസ്സേജ്, ഇതുപോലെ തന്നെയുള്ള സെയിം മെസ്സേജ് എന്താ പറയാ, എനിക്ക് കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു, സൺഡേ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇപ്പോൾ എവിടെയാണ്? ഞാൻ ദുബായ് തന്നെയുണ്ട്. ഹാഷിം ഇവിടെ തന്നെയുണ്ട് കേട്ടോ. ദെൻ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നു. ഫ്ലൈറ്റ് കാര്യത്തിൽ ഒരു പുതിയ വലിയ അപ്ഡേറ്റ് വന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട് അഫ്സൽ. അതാണ് ഞാൻ ഇന്ന് പറഞ്ഞു തുടങ്ങിയത്. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ലൈവ് വരുന്ന സമയത്ത് തുടക്കം മുതൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ഗുഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കേട്ടിരിക്കുന്നവർക്ക് വീണ്ടും പറയുമ്പോൾ വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നും. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ, ഏറ്റവും മേജർ അപ്ഡേറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈവിൽ നിന്ന് ക്വിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തുടക്കം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ വീണ്ടും ആവർത്തിച്ച് എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാം. അത് കേട്ട് മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകാതിരിക്കാം. അപ്പൊ എന്തായാലും അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. 2 ദിവസം മുൻപ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ജൂലൈ 6 വരെ ഈ ഒരു ട്രാവൽ റെസ്ട്രിക്ഷൻസ് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോ എമിറേറ്റ്സ് എയർലൈൻസിന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു കാര്യത്തിൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിലൂടെയാണ് അവർ അക്കാര്യം അറിയിച്ചിട്ടുള്ളത്. കാരണം ഏതോ ഒരു പാസഞ്ചറിന്റെ ഒരു ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് പറഞ്ഞത്. അതേസമയം അവരുടെ വെബ്സൈറ്റിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ട്രാവൽ അപ്ഡേറ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. ചേച്ചി സുഖമാണോ എന്നിവിടെ മൻസൂർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ FM-ൽ ഇല്ലേ ചേച്ചി എന്ന് പറഞ്ഞു. മൻസൂർ, ഇല്ല മൻസൂർ, 1 വർഷം കഴിഞ്ഞു. ഞാനിങ്ങനെ ബോർഡ് എഴുതി വെക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ലൈവ് തുടങ്ങുന്ന സമയത്ത്. വിസിറ്റ് വിസ കുട്ടികൾക്ക് ഫ്രീ ആണോന്നോ? അല്ലല്ലോ, അതിപ്പോ അങ്ങനെ ഇല്ലല്ലോ, ഞാൻ അറിഞ്ഞിടത്തോളം ഇല്ല. പണ്ടൊരിക്കൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതൊരു പെർട്ടിക്കുലർ ടൈമിൽ, ഈ സമ്മർ സീസണിലായിരുന്നു അങ്ങനെ ഒരു റിലാക്സേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം എനിക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു കറക്റ്റ് ക്ലിയർ ആയിട്ട് കൺഫർമേഷൻ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്തായാലും ചെക്ക് ചെയ്തിട്ട് പറയാം. കാരണം എനിക്ക് തോന്നുന്നു 2019 അങ്ങനെ ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് സമ്മർ സീസണിൽ, എസ്പെഷ്യലി ഓഫ് പീക്ക് സമയം എന്നല്ലേ പറയാ, സമ്മർ സീസണിൽ ഇവിടെ UAE
വിസിറ്റ് വരുന്ന കുട്ടികൾക്ക് വിസിറ്റ് വിസയ്ക്ക് പൈസ ഉണ്ടായിരുന്നില്ല എന്നൊരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. അതെന്തായാലും ഇപ്പോൾ നിലവിലുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. പക്ഷെ 2009 അങ്ങനെ ഒരു അനൗൺസ്മെന്റ് വന്നതായിട്ട് വന്നിട്ടുണ്ട്. ഐ മീൻ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ലീവ് കിട്ടുന്നില്ല. എപ്പോൾ ഫ്ലൈറ്റ് ഓപ്പൺ ആവും? ഓക്കെ, ലീവ് കിട്ടുന്നില്ല. അഫ്സൽ അതാണ് പറഞ്ഞത്. ഇതിപ്പോൾ ലീവ് കിട്ടാത്തത് അത്രയും വലിയ പ്രശ്നമാക്കണ്ട. പാവം നാട്ടിൽ സ്റ്റക്ക് ആയിട്ടുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വന്നിട്ട് ജോലിയിൽ ജോയിൻ ചെയ്താൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് പകുതിയിലധികം പേരും. അതായത് കുറേയധികം പേരും. ഫാമിലി സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നവരുണ്ട്, പല ആവശ്യത്തിന് നാട്ടിൽ പോയി അവിടെ സ്റ്റക്ക് ആയിട്ടുള്ളവരുണ്ട്. ഒരുപക്ഷെ കുട്ടികൾ ഇവിടെ, അമ്മ അവിടെ, കുട്ടികൾ ഇവിടെ, അച്ഛൻ ഇവിടെ എന്നൊക്കെ രീതിയിൽ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കുറേയധികം പേരുണ്ട്. അവരെല്ലാവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ ചാർട്ടേഡ് ഫ്ലൈറ്റ് വിളിച്ച് ഇത്രയധികം പൈസ കൊടുത്തൊന്നും വരാൻ പറ്റില്ല. അതും ചാർട്ടേഡ് ഫ്ലൈറ്റ്സിൽ ഇപ്പോൾ പൂളിംഗ് അലൗഡ് അല്ല. അതായത് നിങ്ങളിപ്പോൾ ചാർട്ടേഡ് ഫ്ലൈറ്റ് വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് വരാം, നിങ്ങളുടെ കമ്പനി ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയിലെ എംപ്ലോയീസിന് വരാം. അതല്ലാതെ പണ്ട് ഒരിടയ്ക്ക് വന്നിരുന്ന പോലെ തന്നെ ഒരു ഫ്ലൈറ്റ് എടുത്ത് 5-6 സീറ്റ്സ് ഉണ്ട്, അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് പൂൾ ചെയ്ത് വരുന്നത് ഇപ്പോൾ അലൗഡ് അല്ല. അതിനുള്ള പെർമിഷൻ, ലാൻഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നില്ല. പിന്നെന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? ചേച്ചി വാട്ട് ആർ ദ ഫോർമാലിറ്റീസ് ഫോർ പാർട്ട് ടൈം ജോബ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ജോർജ്. ആക്ച്വലി ഞാനതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. എനിക്ക് അറിയാവുന്ന ഇതനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, എംപ്ലോയറിൻ്റെ ഒരു NOC ഉണ്ടെങ്കിൽ, വേക്കൻസീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പണ്ട് UAE ഇത്തരം കാര്യങ്ങളൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടിയും ഒരു വെസ്റ്റേൺ നമ്മൾ പറയില്ലേ, അവിടെയൊക്കെ പാർട്ട് ടൈം ജോലി നമുക്ക് അലൗഡ് ആണ്. അതൊക്കെ അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കണ്ണാടി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വർക്ക് മതിയാക്കിയോ എന്ന് ചോദിച്ചിട്ട് വേഴാമ്പലിൻ്റെ 123 വേഴാമ്പലിൻ്റെ മെസ്സേജ് കാണുന്നുണ്ട്. 123 വേഴാമ്പൽ എത്ര നാളായി പറയുന്നു ഞാനൊരു വേഴാമ്പലിനെ പോലെ. കഴിഞ്ഞ വർഷമാണ് എൻ്റെ ജോലി പോയത്. അത് ഇപ്പോൾ 1 വർഷമായി. ഞാനിങ്ങനെ നിങ്ങൾ ഓരോരുത്തർ ലൈവിൽ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരം പറയാതിരിക്കുന്നത് മോശമല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ മെസ്സേജസിന് മറുപടി അയച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വിട്ടുകളേണ്ട സമയമായി. ഞാൻ ഇപ്പോഴും ലൈവ് വന്നത് കണ്ട മിസ്റ്റർ ജോർജ് ബ്രോയോട് പറയാനുള്ളത് ഇതാണ്. ഇല്ല, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല വേഴാമ്പൽ. ഓരോ പേരുണ്ടല്ലോ. എൻ്റെ ദൈവമേ, വേഴാമ്പൽ എൻ്റെ മെസ്സേജ് കാണാൻ വേണ്ടി ഞാൻ കണ്ടു, ഉത്തരം പറഞ്ഞു, വിട്ടു. ഞാൻ വിട്ടതല്ല, അവിടെ നിന്ന് എന്നെ പറഞ്ഞു വിട്ടു. സമാധാനമായോ? YS ശ്രീനാഥിൻ്റെ മെസ്സേജാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ അപ്പോൾ ഫ്ലൈറ്റിന്റെ കാര്യത്തിലുള്ള അപ്ഡേറ്റ്സ് ആണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞു തുടങ്ങിയത്. ഇപ്പൊ ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ എന്നോട് സദയം ക്ഷമിക്കുക. പെട്ടെന്നൊന്ന് പറയാം. എമിറേറ്റ്സ് എയർലൈൻസിന്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിലൂടെയാണ് ആ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ജൂലൈ 6 വരെ ഈ ഒരു ട്രാവൽ റെസ്ട്രിക്ഷൻസ് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് എമിറേറ്റ്സ് എയർലൈൻസ് പാസഞ്ചറിന് നൽകിയിട്ടുണ്ടായിരുന്ന മറുപടിയിൽ പറയുന്നത്. ആഹാ, മനസ്സിലായി, താങ്ക് യു. ഒന്ന് അപ്ഡേറ്റ് തരാം. ഓക്കെ, എൻ്റെ പണി പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് അനീസ്. വേഗം നല്ലൊരു ജോലി കിട്ടട്ടെ കേട്ടോ. പിന്നെ വളരെ കഷ്ടം, ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. മിസ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു എന്ന് ഞാൻ തിരിച്ചു പറയുന്നു. നിങ്ങളുടെ ആ ഒരു കെയർ, ലവ് ആൻഡ് എന്താ പറയുക, അഫെക്ഷനൊക്കെ ഒരു സ്പെഷ്യൽ താങ്ക്സ് എൻ്റെ ഭാഗത്തു നിന്നും. അബുദാബി വിസക്കാർക്ക് ഗ്രീൻ പാസ് വേണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രീൻ പാസിനെ കുറിച്ച് പറഞ്ഞാലോ? ഗ്രീൻ പാസിനെ കുറിച്ച് എന്തായാലും പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാസം 15-ാം തീയതി, ഇന്ന് 10-ാം തീയതിയാണ്, ഈ മാസം 15-ാം തീയതി മുതൽ അബുദാബിയിലാണ് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത്. അബുദാബി അതോറിറ്റീസ് കഴിഞ്ഞ ദിവസം, അതായത് വെനസ്ഡേ ആണ് ഇതുമായി ബന്ധപ്പെട്ട അനൗൺസ്മെന്റ് നടത്തിയിട്ടുള്ളത്. അബുദാബിയിൽ എല്ലാ പബ്ലിക് ഏരിയാസിലും ഇനി മുതൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ, അവിടെ ഒരു എൻട്രി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രീൻ പാസ് വേണം എന്നുള്ളതാണ്. നിങ്ങളുടെ നോക്കട്ടെ കേട്ടോ, ഞാൻ എൻ്റെ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് ഞാൻ നോക്കട്ടെ. ഐ മീൻ അൽ ഹൊസൻ ആപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അൽ ഹൊസൻ ആപ്പ് കുറേ നാളായി ഞാനത് ഓപ്പൺ ചെയ്തിട്ട്. അൽ ഹൊസൻ ആപ്പിൽ നിങ്ങളുടെ എങ്ങനെയാണ് മറ്റേ നിങ്ങൾ അബുദാബിയിലുള്ളവർക്കാണ് കേട്ടോ ഈ ഒരു പുതിയ 1 minute ലെറ്റ് മീ ചെക്ക്. എൻ്റെ നോക്കിയ അൽ ഹൊസൻ ആപ്പിൽ കാണുന്നത് ഗ്രേ കളറാണ്. കണ്ട, ദാദാ എക്സ്പയർഡ് ആണെന്ന് കാണിച്ചിട്ടുണ്ട്. കണ്ട, ഗ്രേ കളറിലാണ് എൻ്റെ ഫോട്ടോ, എൻ്റെ അൽ ഹൊസൻ ആപ്പിലെ ആ ഒരു ഇത് കാണുന്നത്. അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചേച്ചി ജേർണലിസ്റ്റ് ആണല്ലേ? യെസ്, ജേർണലിസ്റ്റ് ആണ്. ഹൗ ക്യാൻ അപ്ലൈ നെസ് ഫോർ ജോബ് നെസ് ടു ഹൈപ്പർ മാർക്കറ്റ്?
നബീൻ, അങ്ങനെ എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും വേക്കൻസീസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അവരിൽ നിന്ന് ഇൻഫർമേഷൻ എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻസ് അതായത് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവരുടെ ഹെഡ് ഓഫീസിൻ്റെ നമ്പർ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാനായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. ആ ഒരു നമ്പറിൽ എടുത്ത് വിളിച്ചു നോക്കണം. നമ്മൾ അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ലല്ലോ, എന്താ പറയുക, ഈസി ആയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല നമ്പേഴ്സും കിട്ടും. ഇപ്പോൾ ഇവിടെ നെസ്റ്റോയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത്. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അജ്മാനിലാണ് അവരുടെ ഹെഡ് ഓഫീസ് ഉള്ളത്. ആ ഹെഡ് ഓഫീസിൻ്റെ നമ്പർ കിട്ടും. അവിടെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്പർ കിട്ടും. അതും അല്ലെങ്കിൽ നിങ്ങൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കണ്ടെത്തുന്ന ചില സൊല്യൂഷൻസ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആരെങ്കിലും ഒരുപക്ഷെ ഒരു ഫ്ലോർ മാനേജറായിട്ട് അല്ലെങ്കിൽ ആ ഔട്ട്ലെറ്റ് മാനേജറിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയാണെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരും കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറാവും കേട്ടോ. വേറെ FM-ൽ ട്രൈ ചെയ്തുകൂടെ എന്ന് വേഴാമ്പൽ ചോദിക്കുന്നു. വേഴാമ്പൽ പേരെന്താന്ന് വെച്ചാൽ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ചിരി വരും, അതാ പ്രശ്നം. മിസ്റ്റർ വേഴാമ്പൽ, അപ്പം ഞാൻ എന്തായാലും നോക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സ്നേഹം ഉണ്ടല്ലോ, അതിനൊക്കെ എങ്ങനെ ഞാൻ മറുപടി പറയും, എങ്ങനെ ഞാൻ അതിന് എന്താ പറയുക, അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നവരെ എനിക്കറിയില്ല. ഇവിടെ വി റിയലി മിസ് യു ഓൺ ദി ഈവനിങ് ഷോ. താങ്ക് യു സോ മച്ച് ഹാരിസ്. ഇങ്ങനെ ഇത്രയും വർഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, ലൈക്ക് അത് ഭയങ്കര സന്തോഷമാണ്. പ്ലീസ് ടെൽ മീ ഇൻ ഹിന്ദി പ്ലീസ്. ഓ മൈ ഗോഡ് നബീൽ, ഹൗ ക്യാൻ ഐ ടോക്ക് ഇൻ ഹിന്ദി? ഇതൊക്കെ ഞാനിങ്ങനെ എന്താ പറയുക, അൽഹോസൻ ആപ്പിലെ ഗ്രീൻ സിഗ്നലൊക്കെ ഹിന്ദിയിൽ പറഞ്ഞു വരുമ്പോഴേക്കും തകർന്ന് തരിപ്പണാവും. ഇപ്പോൾ അബുദാബി മോൾസിൽ കയറാൻ ടെസ്റ്റ് വേണം. അപ്പം ഞാൻ അത് പറയാം കേട്ടോ. അബുദാബിയിൽ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ ബാക്കിയുള്ളവരുടെ മെസ്സേജസ് ഞാൻ മൈൻഡ് ചെയ്യൂ, ഓക്കെ? അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിയൊക്കെ മിസ്സായിക്കൊണ്ടിരിക്കും. എനിക്ക് പറയുന്നതിൽ ഒരു ഫ്ലോ കിട്ടില്ല. കാരണം അപ്പോൾ അബുദാബി അതോറിറ്റീസ് ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി മുതൽ പബ്ലിക് പ്ലേസസിൽ, പബ്ലിക് ഏരിയാസിൽ പോകണമെങ്കിൽ ഇതുപോലുള്ള ഒരു അൽഹോസൻ ആപ്പ് കാണിച്ചു കഴിഞ്ഞാൽ എന്നെ കയറ്റി വിടില്ല എന്നുള്ളതാണ്. കണ്ടോ, ഇതാണ് എൻ്റെ അൽഹോസൻ ആപ്പ്. ഗ്രേ കളറിലാണ് കാണുന്നത്, കണ്ടോ, ഗ്രേ കളറിലാണ് കാണുന്നത്. അപ്പൊ നമ്മളെ കടത്തി വിടില്ല. സംഭവം എന്താന്ന് വെച്ചാല് ഗ്രീൻ കളറിലാണ് ആപ്പ് നിങ്ങളുടെ ഉള്ളതെങ്കിൽ, ആപ്പിൽ അൽഹോസൻ ആപ്പിൽ ഗ്രീൻ കളറാണ് കാണിക്കുന്നതെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ജൂൺ 15 മുതൽ ഷോപ്പിംഗ് മോൾസ്, ലാർജ് സൂപ്പർ മാർക്കറ്റ്സ്, ജിം, hotels, public parks, beaches, private beaches, swimming pools, entertainment centers, cinema, then malls, restaurants, cafes. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും പബ്ലിക് പ്ലേസസിൽ എല്ലായിടത്തും ഗ്രീൻ ആ ഒരു എന്താ പറയുക, ഗ്രീൻ പാസ് എന്നാണ് അവർ പറയുന്നത്. ഗ്രീൻ പാസ് ഉണ്ടെങ്കിൽ മാത്രം, അപ്പോൾ മൊബൈൽ ഉണ്ടായിരിക്കണം, മൊബൈലിൽ ഗ്രീൻ പാസ് കാണിക്കാൻ പറ്റണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളെ അങ്ങോട്ട് കടത്തി വിടുള്ളൂ എന്നുള്ള കാര്യമാണ് അബുദാബി എമിറേറ്റ്സ് അതോറിറ്റീസ്, അതായത് അബുദാബി അതോറിറ്റീസ് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ 1-2 കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ ഗ്രീൻ വരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഗ്രേയുടെ കാര്യം ഞാൻ പറയാം കേട്ടോ. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ PCR ടെസ്റ്റേ ഇതുവരെ എടുത്തിട്ടുള്ളൂ. വേറെ എവിടേക്കും എനിക്ക് PCR ടെസ്റ്റ് എടുത്ത് പോകേണ്ടി വന്നിട്ടില്ല. കാരണം ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്നത് കൊണ്ട് അങ്ങനെ വേറെ സ്ഥലത്തൊന്നും അങ്ങനെ പോകുന്നതിന്റെ ഭാഗമായിട്ട് എനിക്ക് PCR എടുക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ഇതുവരെ ഈ ഒരു പാൻഡമിക് സമയത്ത് ഞാൻ ഒരൊറ്റ PCR എടുത്തിട്ടുള്ളൂ. അത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. ആ സമയത്ത് ഒരു പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞ് ഒരു 3 ദിവസമോ 4 ദിവസമൊക്കെ 4-5 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ മകളും പോയിട്ട് ഒരു PCR എടുത്തു. അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും നെഗറ്റീവാണ്. അന്ന് എടുത്തതാണ്. അപ്പോൾ അതെടുത്തിട്ട് കുറേ നാളായി. 25 ഫെബ്രുവരിയിലാണ് എടുത്തത്. അപ്പോൾ ഓഫ് കോഴ്സ് അതിൻ്റെ ആ ഒരു വാലിഡിറ്റി എക്സ്പയർ ആയതുകൊണ്ടാണ് നെഗറ്റീവ് എക്സ്പയർഡ് എന്ന് കാണിക്കുന്നത്. കണ്ടോ, നെഗറ്റീവ് ആ ഒരു QR കോഡിന്റെ തൊട്ട് മുകളിലുള്ളത് നെഗറ്റീവ് എക്സ്പയർഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ഒരു ആപ്പും കൊണ്ട് എനിക്ക് പോവാണെങ്കിൽ ഇത്തരത്തിലുള്ള ഏരിയാസിലൊന്നും, ഷോപ്പിംഗ് മോൾസ്, ലാർജ് സൂപ്പർ മാർക്കറ്റ്സ്, ജിം, ഹോട്ടൽസ്, പബ്ലിക് പാർക്സ്, ബീച്ചസ്, പ്രൈവറ്റ് ബീച്ചസ്, ഇവിടെ ഒന്നും എനിക്ക് അബുദാബിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഇനി ഗ്രീൻ, റെഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ, PCR ടെസ്റ്റിൽ പോസിറ്റീവ് ആണെങ്കിൽ റെഡ് ആണ് കാണിക്കുന്നുണ്ടാവുക. അത് എക്സ്പയറി ആവുന്നത് വരെ, അതായത് അതിൻ്റെ ഒരു വാലിഡിറ്റി ഉണ്ടല്ലോ, നമുക്ക് അൽഹോസൻ ആപ്പ് നിശ്ചയിച്ചിട്ടുള്ള ഒരു ഇതുണ്ട്. അത് കഴിയുമ്പോൾ ആ റെഡ് ഗ്രേയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് വാക്സിനേഷൻ പ്രക്രിയ കംപ്ലീറ്റ് ആയ നിങ്ങൾ, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ വളരെ സിമ്പിളായിട്ട് പറയാം, ഞാനിപ്പോൾ വാക്സിനേഷൻ പ്രക്രിയ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ആളാണ്. വളരെ പ്രോപ്പറായിട്ട് കറക്റ്റ് ഗ്യാപ്പ് നോക്കിയിട്ട്
വാക്സിനേഷൻ പ്രക്രിയ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ആളാണ്. 28 അങ്ങനെ ഒരു ദിവസമല്ലായിരുന്നു, 28 ഡേയ്സിന് ശേഷം സെക്കൻഡ് ഡോസ് എടുത്തു. വാക്സിനേഷൻ പ്രക്രിയ അത് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ വാക്സിനേഷൻ കംപ്ലീറ്റഡ് എന്നുള്ളത് സെക്കൻഡ് ഡോസ് എൻ്റെ ഈ ഒരു അൽഹോസൻ ആപ്പിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് ഡോസ് എടുത്തത് 30 ജനുവരി, ദെൻ സെക്കൻഡ് ഡോസ് എടുത്തത് 25 ഫെബ്രുവരി എന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ വാക്സിനേഷൻ പ്രക്രിയ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു PCR ടെസ്റ്റ് എടുത്തു. അത് നെഗറ്റീവ് ആണെന്നിരിക്കട്ടെ. എനിക്ക് 30 ഡേയ്സ് ഈ ഒരു ഗ്രീൻ പാസ്സായിട്ട് കാണിക്കും, 30 ഡേയ്സ് കാണിക്കും. അതാണ് ഇപ്പോൾ ഒഫീഷ്യലി ഇവർ പറയുന്ന ഒരു കാര്യം. പക്ഷെ ഞാൻ 1-2 പേരോട് സംസാരിച്ചപ്പോൾ അവരുടെ ഗ്രീൻ പാസ്, അതായത് ഗ്രീൻ കളറ് PCR എടുത്ത് 2 മാസത്തിലേറെ ആയിട്ടും ഗ്രീൻ പാസ് കാണിക്കുന്നുണ്ട്. അത് ചിലർക്ക് മാത്രം വരുന്ന ഒരു എററാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഈ നിയമം അനൗൺസ് ചെയ്തതിനോടൊപ്പം തന്നെ അബുദാബി അതോറിറ്റീസ് പറയുന്നത് സെക്കൻഡ് ഡോസും ഒക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് എടുത്തതിന് ശേഷം ഒരു PCR എടുക്കൂ. ആ ഒരു PCR നെഗറ്റീവ് ആണെങ്കിൽ 1 മന്ത് 30 ഡേയ്സ് നിങ്ങൾക്ക് ഈ ഒരു ഗ്രീൻ പാസ് അവൈലബിൾ ആയിരിക്കും നിങ്ങളുടെ അൽഹോസൻ ആപ്പിൽ. അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എപ്പോഴും സ്വാബ് എടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. ഇനി ബാക്കിയുള്ള കണ്ടീഷൻസിൽ എന്താ പറയുക എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള കണ്ടീഷൻ പറയുന്നത് ഫുള്ളി വാക്സിനേറ്റഡ് ഞാൻ പറഞ്ഞു 30 ഡേയ്സ് ഉണ്ടാവും. ഇനി സെക്കൻഡ് ഡോസ് നമ്മൾ എന്താ പറയുക 28 ദിവസത്തിന് മുൻപ് എടുത്തവരാണെന്നിരിക്കട്ടെ. ഇതൊക്കെ എങ്ങനെയാണ്? കാരണം എല്ലാം ഇതിൽ ഡേറ്റ ഉണ്ടല്ലോ. സെക്കൻഡ് ഡോസ് 28 ദിവസത്തിന് മുൻപ് എടുത്തിട്ട് നിങ്ങൾ PCR എടുക്കുകയാണെങ്കിൽ അത് 14 ഡേയ്സേ നിൽക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തവർക്ക് 30 ഡേയ്സ് PCR എടുത്തതിന് ശേഷം ആ ഒരു ഗ്രീൻ പാസ് നിൽക്കും. അല്ലാത്തവർക്ക് 14 ഡേയ്സ് നിൽക്കുള്ളൂ. ഇനി സെക്കൻഡ് ഡോസിന് മുൻപ് ആണ് PCR എടുക്കുന്നത് എന്ന് വിചാരിക്കുക. സെക്കൻഡ് ഡോസിന് മുൻപ് PCR എടുക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 7 ഡേയ്സേ ആ ഒരു ഗ്രീൻ പാസ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഇനി ചിലർക്കുണ്ടല്ലോ വാക്സിനേഷൻ എടുക്കാൻ പറ്റില്ല, അതിന് എക്സംഷൻ കിട്ടിയിട്ടുള്ള കുറച്ച് പേരുണ്ട്. അത് ആരൊക്കെയാണെന്ന് നമുക്കറിയാം. ഒന്ന് പ്രഗ്നന്റ് ലേഡീസ്, പിന്നെ പ്രോപ്പറായി ഭയങ്കരമായിട്ട് വാക്സിനേഷൻ അലർജിക് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ അവർക്ക് ഡോക്ടേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് PCR എടുത്ത് അവർക്ക് ഓൾറെഡി അതിൽ എന്താ പറയുക അൽഹോസൻ ആപ്പിൽ ജസ്റ്റ് അത് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഇവർക്ക് വാക്സിൻ എടുക്കാൻ പറ്റില്ല, ഇവർക്ക് അതിനുള്ള ഹെൽത്ത് കണ്ടീഷൻസ് പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അലർജി ഡെവലപ്പ് ചെയ്യുന്ന ആളുകളാണ്, അതുകൊണ്ട് വാക്സിൻ എടുക്കാൻ പറ്റില്ല എന്നുള്ള ആളുകളാണെങ്കിൽ അവർ PCR എടുത്തു കഴിഞ്ഞാൽ 7 ദിവസം അവരുടെ കയ്യിൽ എന്തുണ്ടാവും? ഈ ഒരു ഗ്രീൻ പാസ് കയ്യിലുണ്ടാവും. അപ്പോൾ 7 ദിവസവും നിങ്ങൾക്ക് എവിടെ പോണേലും റെസ്ട്രിക്ഷൻസ് ഇല്ല. ഇനി ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, അതായത് ഒരു പ്രശ്നവും ഇല്ല, എന്നാൽ ഞാൻ ഇതുവരെ വാക്സിൻ എടുത്തിട്ടില്ല എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ PCR എടുത്തു കഴിഞ്ഞാൽ 3 ദിവസം മാത്രമേ ഈ ഗ്രീൻ പാസ് നിൽക്കുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക്. എല്ലാം കൊണ്ടും ഏറ്റവും നല്ലത് എന്താന്ന്, അതായത് എന്തെങ്കിലും അലർജിക്കുള്ള അതിന് പ്രത്യേകിച്ച് റീസൺ ഉള്ളവരുടെ കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാവരും തന്നെ വാക്സിനേറ്റഡ് ആവാന്നുള്ളതാണ് പറയാനുള്ളത്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം, അബുദാബിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു PCR ടെസ്റ്റ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ 30 ഡേയ്സ് അവർക്ക് ഇതുപോലുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ പ്രോപ്പറായിട്ട് മാസ്ക് വെച്ച് പ്രോപ്പറായിട്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചുകൊണ്ട് പബ്ലിക് പ്ലേസസിൽ പോകാനായിട്ട് സാധിക്കും. എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരു കോവിഡ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി കുറച്ച് പേരുടെ മെസ്സേജസ് വായിച്ചു നോക്കട്ടെ കേട്ടോ, എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അത് പറഞ്ഞു. നാട്ടിൽ എവിടെയാണ് ചേച്ചി, എത്ര നാളായി പോയിട്ടെന്നാണ് ഉദ്ദേശിച്ചത്? അപ്പോൾ സ്വരാജിന്റെ സംശയത്തിന് കറക്റ്റായിട്ട് ഞാൻ മറുപടി തന്നു എന്ന് കരുതുന്നു. ആ സംശയം തീർന്നു എന്ന് കരുതുന്നു. നാട്ടിൽ എവിടെയാണ് ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ട്. നാട്ടിൽ ഞാൻ ചാലക്കുടി, തൃശ്ശൂർ ഡിസ്ട്രിക്ട്. എത്ര ഇയേഴ്സായി UAE-യിൽ? ഞാൻ 2004 വന്നതാണ്, കുറേ നാളായി. 2004 സെപ്റ്റംബർ 1 ലീവ് അപ്രൂവ്ഡ് ആണ് ഫോർ 2 months. ഇനി ലോക്ക്ഡൗൺ എന്ന് പ്രതീക്ഷിക്കാം എന്ന്. സെപ്റ്റംബർ ആകുമ്പോൾ സേഫ് ആയിട്ടുള്ള ഒരു സമയത്താണ് എന്തായാലും ലീവിന് അപ്രൂവൽ കിട്ടിയിട്ടുള്ളത്. നോക്കാം നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെന്നുള്ളത്. സജി, അപ്പോഴേക്കൊക്കെ കാര്യങ്ങൾ മാറിയേ പറ്റൂ, നമ്മളൊക്കെ ബാക്ക് ടു നോർമൽ ആയേ പറ്റൂ. സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴേക്കും ഇവിടെ എക്സ്പോ തുടങ്ങുകയാണ്. അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ ബെറ്റർ ആവും നമുക്ക് പ്രതീക്ഷിക്കാം.
പിന്നെ ആരും എൻ്റെ ലൈവ് ഷെയർ ചെയ്തിട്ടുണ്ട്. ദുബായിലെ എല്ലാ സ്ഥലത്തുമുള്ള ഒരു നിയന്ത്രണം മെട്രോയിലില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ്. നല്ല ക്രൗഡഡ് ആണല്ലേ ചിലയിടങ്ങളിലൊക്കെ, ചില സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 1-2 പേര് അത് പറഞ്ഞറിഞ്ഞിട്ടുണ്ട്. നമ്മൾ സേഫായിട്ട് ഒരുപക്ഷെ കൂടുതൽ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരക്കില്ലാതെ നമുക്ക് മെട്രോയിൽ കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യലേ ഉണ്ടാവുള്ളൂ. സേഫായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഇരിക്കുക, മാസ്ക് ഒക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക, മെട്രോയിൽ കയറുന്ന സമയത്ത് ഇറങ്ങുന്ന സമയത്തൊക്കെ ഹാൻഡ് സാനിറ്റൈസേഷൻ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുക. എനിക്ക് മെട്രോയിൽ നിന്ന് പോസിറ്റീവായി എന്നാണ് ടിനു ജോർജ് പറഞ്ഞത്. ഓ അത് ശരി, അതെങ്ങനെ മനസ്സിലായി ടിനു? ഒരുപക്ഷെ ക്രൗഡഡ് ആയതുകൊണ്ട് അല്ലേ തോന്നിയതാവും അല്ലേ? അതിനും ചാൻസസ് ഉണ്ട്, കാരണം കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഇത് കാണാറുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്ന് 17 വർഷമായ വിഷ്ണു രക്ഷപ്പെട്ടു മിസ്റ്റർ വേഴാമ്പൽ, നിങ്ങളുടെ പേര് കണ്ടപ്പോൾ. താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്ലി മെസ്സേജ് വിഷ്ണു. വിസിറ്റ് വിസയിൽ ഉള്ളവർ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്ത് വാക്സിനേഷൻ അല്ലേ? ശരിയാണ് കേട്ടോ. വിസിറ്റ് വിസയിലുള്ളവർക്ക് വാക്സിൻ എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എവിടേക്കെങ്കിലും പോണ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്ക്, PCR ഓരോ സമയത്ത് എടുത്തുകൊണ്ടിരിക്കണം. മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും അത് ഇനാക്റ്റീവ് ആവും അല്ലേ? കാര്യങ്ങളൊക്കെ ബെറ്റർ ആവുമെന്ന് വിചാരിക്കാം. എന്തായാലും എലിജിബിൾ ആയിട്ടുള്ള റെസിഡൻസ് വിസക്കാരുടെ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ UAE എന്തായാലും തീരുമാനം എടുക്കും. കാരണം ഏറ്റവും ബെസ്റ്റായിട്ട് വാക്സിനേഷൻ ഡ്രൈവ് കൊണ്ടുപോകുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് UAE. അതുകൊണ്ട് വിസിറ്റ് വിസയിലുള്ളവരുടെ കാര്യം പരിഗണിക്കാതിരിക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോഴും ഒരു 85% അല്ലേ ആയിട്ടുള്ളൂ. എലിജിബിൾ ആയിട്ടുള്ള ആളുകളുടെ നോക്കുകയാണെങ്കിൽ എബോവ് 85% ആണ് എനിക്ക് തോന്നുന്നു വാക്സിനേഷൻ പ്രക്രിയ പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വിസിറ്റ് വിസക്കാർക്കും റീസ്റ്റാർട്ട് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെന്താണ്, നോക്കട്ടെ. ഇവിടെ ആരാണ് എന്നെ ഫ്രണ്ട് ആക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കട്ടെ കേട്ടോ. എനിക്ക് കുറച്ച് പേരുടെ ഒന്നും എല്ലാവരുടെയും മെസ്സേജസ് ഒന്നും കാണുന്നില്ല കേട്ടോ. ശ്രീജേനെ ഞാനിപ്പോൾ മെസ്സേജസ് കണ്ടു. അപ്പോഴേക്കും പിന്നെ ബാക്കിയെല്ലാം പോവും. അബുദാബിയിൽ നിന്ന് ദുബായിൽ വന്ന് തിരിച്ചു വന്നാൽ ഗ്രീൻ ഉണ്ടെങ്കിൽ PCR എടുക്കണം. അബുദാബിയിൽ നിന്ന് ബോർഡറിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞത് അബുദാബി എമിറേറ്റിൽ താമസിക്കുന്നവർക്കുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. അല്ലാതെ ബോർഡർ ഇപ്പോൾ ദുബായ് അബുദാബി ബോർഡർ കിടക്കുന്നവർക്ക് ഇത് അപ്ലിക്കബിൾ ആണെന്ന് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അബുദാബി റെസിഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ഒരു കാര്യം ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് ദുബായിൽ നിന്ന് അബുദാബിയിൽ പോകുന്നവർക്ക് ഈ ഗ്രീൻ ഉണ്ടെങ്കിൽ PCR എടുക്കാതെ കടന്നു കളയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ആക്റ്റീവ് ഐക്കൺ വേണം. ആക്റ്റീവ് ഐക്കൺ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു കാര്യം നടക്കുക. എനിക്കിതുവരെ ആക്റ്റീവ് ഐക്കൺ ഒന്നും ഞാൻ പിന്നെ ചെയ്തിട്ടുമില്ല കേട്ടോ. അതുകൊണ്ട് എനിക്കറിയില്ലത്. ചാലക്കുടി എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ആരാണ്? റാഫിക്ക് അറിയോ ചാലക്കുടി കറക്റ്റായിട്ട്? ഞാൻ ഇത് ചാലക്കുടിക്കാരനാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്നാലാണല്ലോ ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ചാലക്കുടി മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡിലാണ് ഞങ്ങളുടെ വീട്. ടുവേർഡ്സ് നമ്മുടെ എന്താ പറയുക വെട്ടുകടവ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട്, അതായത് മേലൂർക്ക് പോകുന്ന റോഡുണ്ട്, അതിനോട് ചേർന്ന് ചാലക്കുടി പുഴയോട് തീരത്തിനോട് അടുത്ത് തന്നെ. ദുബായിൽ നിന്ന് അബുദാബിയിൽ വന്നാൽ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അലൈൻ ടു ദുബായ് അല്ലെങ്കിൽ പ്രശ്നമാണ്. ഞാൻ അലൈൻ ടു ദുബായ് മറന്ന മനസ്സിലാവുന്നില്ല. ധാരാണ് സുജീഷ്. എബോവ് 3 years വാക്സിൻ. എബോവ് 3 years ഇപ്പൊ 12 years ആൻഡ് എബോവ് അല്ലേ ഉള്ളത്? 12 years ആൻഡ് എബോവ് ആണുള്ളത്. 12 years ആൻഡ് എബോവ് ഫൈസർ കിട്ടും. അതായത് 12 to 15. ആദ്യം 16 years ആൻഡ് എബോവ് ആയിരുന്നു, ഇപ്പൊ 12 to 15 ആണ്. ചില സമയത്ത് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് പെട്ടെന്നൊരു ടെൻഷൻ വന്നു തുടങ്ങും. 12 to 15 അവർക്ക് ഫൈസർ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. 3 years ആൻഡ് എബോവ് ഇപ്പോൾ ഞാനത് വായിച്ചേ ഉള്ളൂ. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു ഇത് കുട്ടികളുടെ കാര്യത്തിൽ. കാരണം ഇതുവരെ കുട്ടികളുടെ കാര്യത്തിൽ ഒരു ട്രയൽ തന്നെ പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് വൈകിയായിട്ടാണ് ട്രയൽ നടന്നിട്ടുള്ളത്. പിന്നെ കാരണം എന്താ വെച്ചാൽ കുട്ടികളുടെ കാര്യത്തിൽ എന്തുകൊണ്ട് വാക്സിൻ വരുന്നില്ല, അത് ഭയങ്കര ഇഫക്റ്റീവ് തന്നെയാണ്. പക്ഷെ ചിലപ്പോൾ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി ലെവൽ വേരിയേഷൻസ് നല്ല രീതിയിൽ കാണാറുണ്ട്. അപ്പോൾ പ്രോപ്പർ ട്രയലൊക്കെ നടന്നതിന് ശേഷമായിരിക്കും ആ ഒരു തീരുമാനം ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിച്ചത്. ഞാൻ വെറുതെ ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കേട്ടോ. കുട്ടികളുടെ വാക്സിൻ വരാൻ എത്ര സമയം എടുക്കും എന്നൊക്കെ പറഞ്ഞ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു.
ഹായ് സിന്ധു, ഞാൻ സെക്കൻഡ് ഡോസ് വാക്സിൻ കഴിഞ്ഞു, പക്ഷേ DHA അപ്ഡേറ്റഡ് ചെയ്തിട്ടില്ല, എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ കുറച്ച് പേര് പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു കാസിം. അങ്ങനെ അപ്ഡേറ്റഡ് ആയില്ലെങ്കിൽ ഞാൻ ചോദിച്ചപ്പോൾ, ഞാൻ ഒരിക്കൽ സേഹ സെന്ററിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേഹ സെന്ററിൽ ഒന്ന് ഡയറക്റ്റ് ആയിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ DHA 800 DHAയിൽ ഒന്ന് വിളിക്കൂ കാസിം, ഒന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നം പറയും. കാരണം DHAയുടെ എക്സലന്റ് ആണ് കേട്ടോ ടോൾ ഫ്രീയുടെ സർവീസ്. 800 DHA വിളിച്ചു കഴിഞ്ഞാൽ ഗംഭീരാണ്. അത് മാത്രമല്ല, ഈ ഒരു ടോൾ ഫ്രീയുടെ സർവീസസിനെ നിങ്ങൾ എങ്ങനെ റേറ്റ് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിലുള്ള സർവീസാണ്. ഞാൻ 2 പ്രാവശ്യം വിളിച്ചത്, 2 പ്രാവശ്യം ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പി ആയിരുന്നു അവരുടെ സർവീസസിൽ. അപ്പൊ ഒന്ന് 800 DHAയിൽ ഒന്ന് വിളിക്കൂ കേട്ടോ. ഹായ് സിന്ധു ജി, നല്ല ഇൻഫർമേഷൻ തന്നതിന് ഒരു ബിഗ് ഹായ് വിത്ത് താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അനസ്. താങ്ക് യു സോ മച്ച്. എക്സ്പോ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഫ്ലൈറ്റ് ക്ലോസ് ചെയ്യില്ലല്ലോ ഒരു കൺട്രിയുടെയും എന്നാണ് സാജിദ്. മോസ്റ്റ് പ്രോബബ്ലി പ്രശ്നങ്ങൾ അഥവാ എന്താ പറയാ ഒരിക്കലും ഉണ്ടാവാൻ വഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും കാര്യങ്ങളിൽ, എന്താ പറയാ ടെസ്റ്റിന്റെ കാര്യത്തിലൊക്കെ പ്രോപ്പറായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഫ്ലൈറ്റ്സും ബോർഡറൊന്നും ക്ലോസ് ചെയ്യില്ല എന്നുള്ളത്. ഞാൻ അബുദാബിയിലാണ്, ദുബായിൽ വന്നാൽ ഹാപ്പി അല്ല PCR. അതാണ് ഞാൻ പറഞ്ഞത് നെസ്രു ഇത് അബുദാബിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം പാലിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ പണ്ടത്തെ പോലെ തന്നെയാണ്, അതിൽ മാറ്റങ്ങളൊന്നുമില്ല. യെസ് മിസ്റ്റർ മുജീബ് റഹ്മാൻ. അതെ, ഒരു വർഷമായി മുജീബ്. നിതിൻ, ഞാൻ അവിടെ ആയിരുന്നില്ല വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തിനാണ് ഈ ബ്രാൻഡിന്റെ പേര് മുജീബ് ഇത്രയും അയക്കണ്ട. ഞാൻ കണ്ടു മെസ്സേജസ് കണ്ടു കേട്ടോ. എന്താ പറയാ, ഐ ഹാവ് ടേക്കൺ 2 PCR ടെസ്റ്റ് ടു ഗോ ടു അബുദാബി. ഓക്കെ 2 പ്രാവശ്യം ടെസ്റ്റ് എടുത്തിട്ടുണ്ടല്ലേ. യെസ് മുജീബ്, കണ്ടു. ഇന്ന് ഞാൻ സെക്കൻഡ് ഡോസ് എടുത്തു. വെരി ഗുഡ്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തു അല്ലേ അനസ്? യെസ് മുജീബ്. ഈ മുജീബിനുണ്ടല്ലോ, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി ആരെങ്കിലും. അബൌട്ട് 3 years വാക്സിൻ എടുത്ത് തുടങ്ങും. എങ്ങനെ പോവും ഞാൻ? അതെങ്ങനെ? ഞാൻ സ്ഥലം കാലിയാക്കി എത്രയോ നാളായി. ഞാൻ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കിയിട്ട് 1 വർഷമായി സുഹൃത്തെ. ഞാൻ റിഡൻഡന്റ് ആയതാണ് ഷാൻ, ജോലി പോയതാണ് ഷാൻ. നിങ്ങളിങ്ങനെ മെസ്സേജസ് അയച്ച് മെസ്സേജിന് ഉത്തരം അയച്ചില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നേരത്തെ ചെയ്ത പോലെ മുജീബ് ചെയ്ത പോലെ ഒരു 10-20 മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കും. ലത്തീഫ്, പിന്നെന്താണ്, ഞാൻ ചാലക്കുടി ആണ്. കൂടപ്പുഴ ഷിബു മൈക്കിൾ അറിയുമോ? അങ്ങനെ അറിയില്ല. കൂടപ്പുഴ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏരിയയാണ്. കാരണം ഞങ്ങളുടെ പാരലൽ റോഡാണ് കൂടപ്പുഴ. എനി ഐഡിയ എപ്പോഴാണ് ഫ്ലൈറ്റ്സ് ഓപ്പൺ ആവുക എന്ന്? അതാണ് ദേവ് ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങിയത്. എപ്പോഴാണ് ഓപ്പൺ ആവാന്ന് നമുക്കറിയില്ല. ബട്ട് ഇപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ജൂലൈ 6th വരെ റെസ്ട്രിക്ഷൻസ് തുടങ്ങും. ഒരു ഹായ് പറ ബായ് എന്ന് പറഞ്ഞു സുജിത് TVK മെസ്സേജ് ഉണ്ട്. ഹായ് ഫ്രം സിന്ധു കേട്ടാ. ഇവിടുത്തെ ഒരു വലിയൊരു ഹായ് അറിയിക്കുന്നു. നമസ്കാരം, സുഖമാണോ? ഈ ആരാധകനെ മറക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിന്ന് റിസൈൻ ചെയ്തോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രജീഷ്, ജോലി പോയതാണ് പ്രജീഷ്. നിങ്ങൾ അറിയുന്ന കുറച്ച് പേരോടൊക്കെ ഒന്ന് പറയണേ. ഇങ്ങനെ വന്ന് ലൈവിൽ വരുന്ന സമയത്ത് ഇങ്ങനെ മെസ്സേജസ് അയച്ചാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? പ്ലീസ്, ഇതൊക്കെ ഒന്ന് മറന്ന് സാധാരണ ജീവിതത്തിലേക്ക് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെ മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോട് ചെയ്യുന്ന ക്രൂരതയല്ലേ? നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മൾ പാവം പ്രവാസികൾ നാട്ടിലെത്തിക്കഴിഞ്ഞാലേ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, നമ്മൾ നാട്ടിലെത്തി ഒന്ന് ദീർഘനിശ്വാസം വിട്ട് മണ്ണിന്റെ മണം, മഴയുടെ സുഗന്ധം, എന്താ പറയാ മഴയുടെ താളം, ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ആളുകൾ വന്ന് ചോദിച്ചു കൊടുക്കുക, എന്നാണ് സുഹൃത്തെ തിരിച്ചു പോകുന്നതെന്ന്. നമ്മളാണെങ്കിൽ അതിനെക്കുറിച്ച് ചിലപ്പോൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തവരായിരിക്കും. പ്രത്യേകിച്ച് ബാച്ചിലർ ലൈഫിൽ ഇവിടെ വൈഫും മക്കളും അല്ലെങ്കിൽ ഫാമിലിയും അച്ഛനും അമ്മയും ഒക്കെ നാട്ടിലായിട്ട് തന്നെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജോലി വേണം, ശമ്പളം വേണം, വീട്ടുകാരുടെ സപ്പോർട്ട് ചെയ്യണം, ഇതൊക്കെ ഒരു ആവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ട് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് തന്നെ ഇവിടെ UAE വരുന്നവരെ. കാരണം ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയോട് കൂടിയിട്ടാണ് പലരും നാട്ടിൽ നിന്ന് ബന്ധപ്പെട്ടവരെയും വീട്ടുകാരെയും ഒക്കെ വിട്ടിട്ട് ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറുന്നുണ്ടാവാം. അങ്ങനെ ഉള്ള ആളുകൾ തിരിച്ച് 2 വർഷം 1 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ ലാൻഡ് ചെയ്ത സമയത്ത് പിറ്റേ ദിവസം തുടങ്ങി നാട്ടുകാരും വീട്ടുകാരും ചോദിച്ചു കൊടുക്കും, ഹലോ എത്തിയോ, എപ്പോഴാണ് പോകുന്നത്? ഇതാണെങ്കിൽ കേൾക്കാൻ ആഗ്രഹമില്ല ആർക്കും, എന്നാണ് പോകുന്നതെന്ന് അറിയാൻ.
അതുപോലെയാണ് ഈ ആരാധകർ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പ്രജീഷ് ഞാനൊന്ന് പറഞ്ഞേക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷെ ഒരു പബ്ലിക് അറിയുന്ന ഒരു ജോലി ആയതുകൊണ്ടായിരിക്കാം നിങ്ങളിങ്ങനെ ചോദിക്കുന്നത്. സാധാരണ രീതിയിൽ ഞാൻ ഈ 2 ദിവസം മുന്നേ ഞാൻ ആരോടോ പറയായിരുന്നു, ഈ മാസ്ക് വെച്ച സമയത്ത് തന്നെ എൻ്റെ ജോലി പോയത് നന്നായി ഞാൻ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരാവശ്യത്തിന് മാസങ്ങൾക്ക് മുൻപ് നെസ്റ്റോയുടെ ഹെഡ് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ആവശ്യത്തിന് ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ റിസപ്ഷനിൽ വന്നു, സംസാരിച്ചു. അപ്പോൾ നെസ്റ്റോയുടെ ഒരു പ്രൊക്യൂർമെന്റ് ഡിവിഷനിലുള്ള അവരായിട്ട് സംസാരിച്ചു, മിസ്റ്റർ സന്ദീപ്, അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സന്ദീപിനെ മീറ്റ് ചെയ്യാൻ അവരുടെ ക്യാബിനിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് മാസ്ക് വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നന്നായി മാസ്ക് വെച്ചത്, പകുതി പേരും എന്നെ കാണുന്നില്ല. അതാണെങ്കിൽ ഞാൻ ജോലിയിൽ നിന്ന് വിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നുള്ളൂ, ഏതാനും ആഴ്ചകൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കാണാൻ എന്നെ മനസ്സിലാക്കാതിരുന്നത് നന്നായി. ഞാൻ സന്ദീപിനോട് പറയുകയും ചെയ്തു, കാരണം മാസ്ക് വെച്ചത് നന്നായിന്ന്. എന്താ പറയുക, കാരണം അപ്പം ഈ മാസ്ക് വെച്ച സമയത്ത് ജോലി പോയത് നന്നായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ പകുതി പേർക്കും എന്നെ കണ്ടാൽ തിരിച്ചറിയില്ലല്ലോ മാസ്ക് ഒക്കെ വെച്ച്. പക്ഷെ ഈ മാസ്ക് വെച്ചിട്ടും കുറെ പേര് തിരിച്ചറിഞ്ഞ് എന്നോട് വന്ന് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, എന്താണ് പറ്റിയത്, എങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ മാസ്കിന്റെ പേരിൽ ഒളിച്ചുകളി നടത്തിക്കൊണ്ടിരിക്കുന്ന എന്നോടാണ് ടിക്ടോക്ക് ലൈവിൽ വന്ന് ഇങ്ങനെ നിരന്തരം മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ 2 ദിവസം മുന്നേ ആരോട് ചോദിച്ചു പറഞ്ഞു, സാധാരണ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ജോലി പോയി കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം പറയേണ്ടി വരാം ഒന്ന് അവരുടെ റിലേറ്റീവ്സിനോട് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനോട് മാത്രമായിരിക്കും അല്ലേ, അല്ലെങ്കിൽ വളരെ ക്ലോസ് സർക്കിളിലുള്ളവരാണ് അറിയുള്ളൂ. പക്ഷേ മീഡിയ പേഴ്സൺസിൻ്റെ ഒക്കെ ജോലി പോയി കഴിഞ്ഞാലുണ്ടല്ലോ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും, എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കും. അത് വീട്ടുകാരും ചോദിക്കും, വീട്ടുകാരുടെ പ്രഷർ, നാട്ടുകാരുടെ പ്രഷർ, ബന്ധുക്കളുടെ പ്രഷർ, അതുകൂടാതെ നമ്മളറിയുന്നവർ, നമ്മളെ ഫോളോ ചെയ്യുന്നവർ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്ര നേരം ഞാൻ 5 മിനിറ്റ് ഞാൻ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തത് എന്തിനാണ് എന്നുള്ളത് സുഹൃത്തുക്കൾ മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. പിന്നെന്താണ്, ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് പറഞ്ഞില്ലേ ബോർഡ് വെക്കാൻ എന്ന് ജിത്തു. കറക്റ്റ് ജിത്തു. പക്ഷെ ബോർഡ് വെച്ചാലും പ്രശ്നമല്ല. ഞാൻ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി പതുക്കെ എൻ്റെതായ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന സമയത്താണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാം, കുഴപ്പമില്ല, സഹിക്കും ഞാൻ, ഇതൊക്കെ ഞാൻ സഹിക്കും. ഈ ആരാധകനെ മറക്കില്ല, അതൊക്കെ മുന്നേ പറഞ്ഞതല്ലേ. പിന്നെന്താണ്, UAE ടു ട്രയൽ സിനോഫാം കോവിഡ് വാക്സിൻ ചിൽഡ്രൻ ഏജ് ട്രയൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. എന്തായാലും അതിൻ്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കും കൂടി. കാരണം എന്താണെന്ന് വെച്ചാൽ എസ്പെഷ്യലി ഇന്ത്യയിൽ, അതായത് പീഡിയാട്രിക് കേസസ് കൂടുന്നുണ്ട്, പീഡിയാട്രിക് കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുൻ മാസങ്ങളെ അപേക്ഷിച്ച് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആ ഒരു റിപ്പോർട്ടാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് കുട്ടികൾക്കും കൂടി വാക്സിൻ കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നേ പറ്റൂ. ഞാൻ ഇടയ്ക്ക് വിചാരിക്കട്ടെ, നമ്മൾ ഷോപ്പിംഗ് മാൾസിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും പ്രോപ്പർ പ്രൊട്ടക്ഷനോടുകൂടി മാസ്ക് ഒക്കെ വെച്ച് ഭയങ്കര കെയർഫുള്ളാണ് ഒരു പരിധി വരെ അല്ലേ. നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് കൊച്ചു കുട്ടികളിട്ട്, അതായത് ഈ പറഞ്ഞ പോലെ ഒരു 3 വയസ്സിനൊക്കെ താഴെയുള്ള പിള്ളേർ മാസ്ക് ഒന്നും വെക്കാതെ അവിടെയും തൊട്ട് ഇവിടെയും തൊട്ട് അവിടെ കൈ അടിച്ച്, കാരണം അവരെന്താന്ന് വെച്ചാൽ അവിടെ കൈവയ്ക്കും, വായിൽ കൈവയ്ക്കും, അങ്ങനെയൊക്കെ നടക്കുമല്ലോ. കാരണം നമുക്ക് കംപ്ലീറ്റ് അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കും അയ്യോടാ ഇവരുടെ കാര്യം കഷ്ടമാണല്ലോ എന്ന് ആലോചിക്കാറുണ്ട്. ഹലോ ജിത്തുവിൻ്റെ മെസ്സേജ്, ഹായ് ചേച്ചി സുഖാണോ ചോദിച്ചിട്ട് ലിജോന്റെ മെസ്സേജ് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ അന്ന് പറഞ്ഞില്ലേ ബോർഡ് വെക്കാൻ, കറക്റ്റ്. ചേച്ചിയുടെ മാത്രമായിട്ട് എങ്ങനെയാ? ഓക്കെ അഫ്സർ, എനിക്കറിയില്ല, അതെനിക്കറിയില്ലല്ലോ. അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് എവിടെന്നെങ്കിലും കിട്ടാറുണ്ടോ? എനിക്ക് കിട്ടിയിട്ടില്ല എന്തായാലും. എന്താ പറയാ, ദുബായിൽ എന്ന് വരാൻ പറ്റുന്നോ? ഓക്കെ, അത് മനസ്സിലായില്ലല്ലോ. എവിടെയും മെസ്സേജ് വായിക്കാൻ കാണിക്കുന്ന എല്ലാവരുടെയും മെസ്സേജ് വായിക്കാൻ മനസ്സിന് നല്ല സെലിബ്രിറ്റി. അതിന് വേണ്ടിയിട്ടാണല്ലോ ഈ ലൈവ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യാൻ, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, പിന്നെ ഇത്രയും നാൾ ചെയ്തിരുന്ന വർക്ക് മറക്കാതിരിക്കാൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. കാര്യം ബാക്ക്ഗ്രൗണ്ടിൽ എഴുതി ഒട്ടിച്ചാൽ മതി ചേച്ചി. നിങ്ങൾക്കൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ഇതൊക്കെ പറയാൻ പറ്റും സജിത്. ഇതൊന്നും ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. അതൊക്കെ ഞാനത് ഓവർകം ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഹാപ്പി വീക്കെൻഡ് റോഷ്, താങ്ക് യു സോ മച്ച്. എന്താണ് നിങ്ങളുടെ വീക്കെൻഡ് പ്ലാൻ? എന്തൊക്കെയാണ്? പറയൂ. നല്ല അവതരണം, വ്യത്യസ്ത സന്ദേശങ്ങൾ, സൂപ്പർ, താങ്ക് യു സോ മച്ച്. ഹൗ ഇസ് യുവർ ഡേ ഗോയിങ്? ഇന്ന് ഞാൻ എന്താ പറയാ നല്ല അവതരണം, താങ്ക് യു. ഇന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ പോയത്? ഇന്ന് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ചില സമയത്ത് വിചാരിക്കും കേട്ടോ, എന്ത് നല്ല മനുഷ്യരാണ് ചുറ്റുമുള്ളതെന്ന്. ഞാനും
ജഗ്വാർ ബാത്റൂം ആക്സസറീസ്, ജഗ്വാർ ആക്സസറീസ് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അവരുടെ കൺട്രി മാനേജർ, ദെൻ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ, ഞാനും കൂടിയിട്ട് ഇവിടെ ഒരു മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവർ അറബ് എക്സ്പാറ്റ്സ് ആണ്. ഭയങ്കര നല്ല രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും, ദെൻ വേറെ എന്താ പറയുക റെഫറൻസ് തരുന്നതൊക്കെ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു എന്തൊരു രസമായിട്ടാണ്, എന്തൊരു പ്രൊഫഷണൽ ആയിട്ടാണ് അവർ ഓരോരുത്തരുമായിട്ട് അപ്രോച്ച് ചെയ്യുന്നതെന്നൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം അതായിരുന്നു, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് ഫുൾ ടീം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഫുൾ ടീം ഇൻ ദ സെൻസ് അവർ രണ്ടുപേരും ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ലഞ്ചൊക്കെ കഴിഞ്ഞ്, ഞാൻ പറഞ്ഞില്ല എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരായിട്ട് ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇവിടെ സംസാരിച്ചിരുന്ന് ആണ് അവർ തിരിച്ചു പോയത്. അങ്ങനെ നമ്മൾ പറയില്ലേ ലൈഫിൽ നമ്മൾ ഡിഫറെൻറ്റ് സർക്കിളിൽ വന്നു പെടും, അതൊക്കെ നല്ലതിനാണ് എന്ന് കരുതണം. നല്ല അവതരണം. പിന്നെന്താണ് ബാക്കി ആർട്ടിസ്റ്റ് എല്ലാവരും ഉണ്ടല്ലോ അവിടെ എന്ന് അഫ്സ ചോദിച്ചിട്ടുണ്ട്. ദുബായിൽ ഇന്ന് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. വിസ കാലാവധി നീട്ടുമോ? ഷിഹാബ് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വിസ കാലാവധി നീട്ടട്ടെ എന്നുള്ളത്. നീട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇപ്പോൾ എവിടെയാണ് ജോലി എന്ന് ചോദിച്ചിട്ടുണ്ട് ഷിഹാബ്. ഞാനിപ്പോൾ കുറച്ചൊന്ന് രണ്ട് ഇടങ്ങളിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട്. പാർട്ട് ടൈം ഇൻ ദ സെൻസ് ഫ്രീലാൻസർ എന്ന് വേണമെങ്കിൽ പറയാം. അതിലൊന്ന് ഒരു അഡ്വർടൈസിങ് ഏജൻസിക്ക് വേണ്ടി ഫ്രീലാൻസിങ് ചെയ്യുന്നുണ്ട്, ആഡനം അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മീറ്റിംഗ്സ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി പോകും. ഈ പറഞ്ഞ പോലെ എവിടെ പോയാലും നമ്മളറിയുന്നവരായിരിക്കാം, നമ്മളെ പരിചയമുള്ളവരായിരിക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ എനിക്ക് ടിക്ടോക്ക് ലൈവിൽ കാണുന്ന പോലെ തന്നെ എനിക്ക് അത് തന്നെയാണ് ഞാൻ ഫേസ് ചെയ്യുന്നത്. അത് ഫേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ 1 വർഷം കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഉത്തരം പറയുമ്പോൾ കുറച്ചൊരു ഫ്രിക്ഷൻ ഉണ്ട്. അതൊരു ട്രൂത്താണ്. പിന്നെന്താണ് ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് തിരിച്ചു വരാം. ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് എന്ന് തിരിച്ചു വരാം. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു കേട്ടോ ഷജീബ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ July 6th ആണ് ഇപ്പൊ പറയുന്നത്. ഹായ് സിന്ധു, ഗുഡ് ടു സീ യു, താങ്ക് യു സോ മച്ച്. നിങ്ങളെയും കാണുമ്പോൾ, നിങ്ങളുടെ മെസ്സേജസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ആരാണ് ഹായ് ഹാവ് എ നൈസ് വീക്കെൻഡ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് സനിതയുടെ മെസ്സേജ് കാണാറുണ്ട് അല്ലേ? സനിത സുരേഷ് കഴിഞ്ഞ ദിവസവും ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. ഹായ് സിന്ധു ചേച്ചി, എന്നെ മനസ്സിലായോ? സിനിമ നടനോ? മനസ്സിലായില്ല. എന്തെങ്കിലും ഒരു ക്ലൂ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കും, ഓർത്തെടുക്കും. ഹലോ മാഡം, ഹൗ ആർ യു എന്ന് സാന്റി മൈ വേ മൈ സ്റ്റൈൽ. ഇതാണ് പേര്. പിന്നെന്താണ് നമ്മൾ ചോദിക്കുന്നതേ പുള്ളിക്കാരി. അതെന്താണ് അഫ്സർ, നിങ്ങൾ എന്താ ചോദിച്ചത്? ഞാൻ നിങ്ങൾ ചോദിക്കുന്നതാണ് പറയുന്നത്, പുള്ളിക്കാരി പറയുന്നത്. അങ്ങനെ ഞാൻ വെളിവില്ലാണ്ടാണോ സംസാരിക്കുന്നത്? ആണോ? നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് എന്ത് തോന്നുന്നെങ്കിൽ പറയണേ കേട്ടോ. വേണു നളന്റെ അനുജനെ അറിയുമോ? വെട്ടുകടവാണ് വീട്. മാളക്കാരൻ വിൽസൺ അയ്യോ, ഞങ്ങളുടെ നാട്ടുകാരുടെ പേരൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവരൊക്കെ എനിക്കറിയാം, പേഴ്സണലി അറിയില്ല, പക്ഷെ ഞാൻ പേര് കേട്ടിട്ടുണ്ട്. വെട്ടുകടവ് ഷിബു, ഇതൊക്കെ എനിക്കറിയാം മിസ്റ്റർ റഫീം. അപ്പൊ ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ എൻ്റെ വീട് കാണിച്ചു തരും കേട്ടോ. കാരണം ഈ പേരുകളൊക്കെ എനിക്കറിയാം. നേരിട്ട് ഇവരെ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും, പക്ഷെ എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ. ആ വെട്ടുകടവ് കപ്പേളയിൽ നിന്നും മേലൂർക്ക് പോകുന്ന വഴി 6ാമത്തെയോ 7ാമത്തെയോ വീടാണ് എൻ്റെ കേട്ടോ. ഇപ്പോൾ എവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. എമിറേറ്റ്സ് ID റിന്യൂവലിന് ഒരു മിനിറ്റ് കൊടുത്ത് കിട്ടുന്നില്ല, എന്തൊക്കെയോ മാറ്റം വരുന്നുണ്ടെന്ന് പറയുന്നു, വല്ലതും അറിയുമോ എന്നാണ് ജാബിർ. എന്തായാലും നല്ല ക്വസ്റ്റ്യൻ കേട്ടോ. ജാബിർ ചോദിച്ച കാര്യം ഞാൻ ആക്ച്വലി പറയാൻ വെച്ചിരിക്കുകയായിരുന്നു. അതായത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമിറേറ്റ്സ് IDയുടെ ന്യൂ വേർഷൻ വരാൻ പോകുന്നു. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് പ്രിന്റ് കിട്ടാത്തത്. അതായത് ഫിസിക്കലായിട്ട് ആ ഒരു എമിറേറ്റ്സ് ID കാർഡ് കിട്ടാത്തതിന്റെ കാരണം അതാണ്. കാരണം IC, അതായത് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ്, ഇപ്പോൾ എമിറേറ്റ്സ് IDയുടെ ന്യൂ വേർഷൻ ആണ് പുറത്തിറക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ എമിറേറ്റ്സ് IDക്ക് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് എമിറേറ്റ്സ് IDക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, കുറെ നാൾ വെയിറ്റ് ചെയ്തിട്ട് കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ICAയുടെ UAEയുടെ സ്മാർട്ട് ആപ്പ് ഉണ്ട്. അതായത് ICA UAE എന്ന് പറയുന്ന സ്മാർട്ട് ആപ്പ് iOS-ലോ അല്ലെങ്കിൽ എന്താ പറയുക പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാം. ഒന്നുകൂടി പറയാം, ICA UAE. ഒരു പക്ഷേ എമിറേറ്റ്സ് IDക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു ഇൻഫർമേഷൻ ആണ്. ICA UAE എന്ന് പറയുന്ന സ്മാർട്ട് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്ത് കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിലെ
QR കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. ഈ ഒരു QR കോഡ് എല്ലാ ഗവൺമെന്റ് ഓഫീസസിലും യൂസ് ചെയ്യാൻ പറ്റും. എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് എമിറേറ്റ്സ് ID സബ്മിറ്റ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണോ എമിറേറ്റ്സ് IDയുടെ ആവശ്യം വരേണ്ടത്, അങ്ങനെയുള്ള എല്ലാ ഗവൺമെന്റ് സർവീസസിലും എല്ലാ ഗവൺമെന്റ് ഓഫീസസിലും ഈ ഒരു സ്മാർട്ട് ആപ്പിൽ ICA UAE എന്ന് പറയുന്ന സ്മാർട്ട് ആപ്പിൽ ആ ഒരു QR കോഡ് കാണിച്ചു കൊടുത്താൽ മാത്രം മതി എന്നുള്ളതാണ്. അപ്പോൾ നല്ല കാര്യം, എനിക്കത് പറഞ്ഞതുകൊണ്ട്, ജാബിർ അത് പറഞ്ഞതുകൊണ്ട് ഞാനത് ഓർത്തു, അല്ലെങ്കിൽ ഞാൻ പറയാതെ വിട്ടുപോയനെ. മുഷർ ബൈ 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 ബൈ. ഹൗസ് വാമിങ് കഴിഞ്ഞു സിന്ധു ചേച്ചി. ബിനി ആരുടെ ഹൗസ് വാമിങ്? എൻ്റെ വീട് പണിതിട്ട് കുറേ നാളായി. വീട് പണിതു, 8 മാസം കഴിഞ്ഞ് വെള്ളപ്പൊക്കം കഴിഞ്ഞു, വീണ്ടും വീട് പണിതു, വീണ്ടും അങ്ങനത്തെ സിറ്റുവേഷനിലാണ്. അപ്പോൾ കുറേ നാളായി. എനിക്ക് എമിറേറ്റ്സ് ID 5000 പിഴയുണ്ട്, അത് എങ്ങനെ വന്നു എന്ന് എങ്ങനെ അറിയാനാണ്? എമിറേറ്റ്സ് IDയുടെ ഓഫീസിലൊന്ന് ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ കിട്ടേണ്ടതാണല്ലോ. സാധാരണ രീതിയിൽ നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയത്ത്, ഇതിപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് ഷാബ, ദുബായ് ആണോ അബുദാബി ആണോ, ഒന്ന് എമിറേറ്റ്സ് IDയുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. ദുബായിൽ എന്ന് വരാൻ ചേച്ചി? എന്ത് മകേഷ് അല്ലെ, മകേഷ് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതുവരെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. എന്നാണ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവുക എന്നുള്ളത് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എമിറേറ്റ്സ് എയർലൈൻസിന്റെ ഭാഗത്താണ്. ജൂലൈ 6 വരെ എന്താ പറയുക, ഈ ഒരു ട്രാവൽ റെസ്ട്രിക്ഷൻസ് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള കാര്യമാണ്. ദുബായിൽ എന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. നാട്ടിലാണോ എന്ന്? ഞാനിവിടെ. എൻ്റെ മെസ്സേജ് വായിച്ചില്ലല്ലോ എന്ന് ബിനി, ഞാനിപ്പോൾ വായിച്ചല്ലോ. വിട്ടു രോഹിത്. അയ്യോ എന്നെ കൊല്ല്. വീക്കെൻഡ് നല്ലൊരു ഉറക്കം, നോ അലാം, ഫോൺ സൈലന്റ് മോഡ്. ഓ ജിത്തു, അത് ശരിയാണ് കേട്ടോ. പണ്ട് ഞാനത് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം എനിക്ക് വേറൊരു ദോഷമുണ്ട്. ഞാൻ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ മൊബൈലിൽ അലാം വെക്കും. എപ്പോഴും അലാം വെക്കാതെ ഞാനിപ്പോൾ ഒരു പവർ നാപ്പ് എടുക്കില്ലേ, നമ്മളൊരു 5 മിനിറ്റ് കിടന്നുറങ്ങണം എന്നിട്ട് എണീക്കാമെന്ന് വിചാരിക്കുക. വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചിലപ്പോൾ ഒന്ന് ക്ഷീണം കൊണ്ട് കിടക്കാതിരിക്കും. അപ്പോഴും ഞാനൊരു അലാം സെറ്റ് ചെയ്തിട്ടേ കിടക്കുള്ളൂ. ചിലപ്പോൾ അലാം വീണ്ടും ഓഫ് ചെയ്യും, എന്നാലാണ് എനിക്കൊരു സമാധാനമുള്ളൂ. എൻ്റെ സമയങ്ങൾ ഇങ്ങനെ വെറുതെ വേസ്റ്റായി പോകുന്നു എന്നുള്ളൊരു ചിന്തയൊക്കെ ഉള്ള അങ്ങനത്തെ കുറച്ച് പട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരു ന്യൂ റേഡിയോ, ഒരു വൈ നോട്ട് ബാബു, റെഡിയാണോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്? ഒരു പുതിയ റേഡിയോ സ്റ്റേഷൻ തുടങ്ങിയാലോ എന്ന് വരെ സമ്മതിച്ചേ പറ്റൂ നിങ്ങളെയൊക്കെ കേട്ടാ. ഷിഹാബ് ഹലോ പറഞ്ഞിട്ടുണ്ട്. ഷിഹാബ് പിന്നെന്താണ്, ഇത്രയും ആളുകൾ ജോലിക്കാര്യം ചോദിക്കുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നിങ്ങളെ ആ പ്ലാറ്റ്ഫോമിൽ ഇഷ്ടപ്പെട്ടിരുന്നു. താങ്ക് യു സോ മച്ച് സജിത്. സീരിയസ്ലി എനിക്കത് മനസ്സിലാവും. എനിക്ക് നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ടുള്ള വിരോധമൊന്നുമല്ല, അതിൻ്റെ റിയാലിറ്റി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് എവിടെയാണെങ്കിലും എന്ത് ജോലി ആണെങ്കിലും, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കൊരു ജോലി നഷ്ടമാകുമ്പോൾ നിങ്ങളുടെ കൊളീഗ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ചോദിക്കും അല്ലേ. പക്ഷെ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിത് സംഭവിച്ചപ്പോൾ ഒരു എന്താ പറയുക, അതിനേക്കാളൊരു 10 മടങ്ങെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു 50 മടങ്ങ് ആളുകൾ എന്നോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു വർഷമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അത് ചോദിക്കുന്നതിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമില്ല കേട്ടോ. കേൾക്കുമ്പോൾ എനിക്ക് ചെറിയൊരു, നമ്മൾ പറയില്ലേ, നമ്മൾ എല്ലാത്തിൽ നിന്നൊന്നും മാറി നമ്മൾ പുതിയൊരു വഴി കൂടെ നടക്കാൻ പോകുമ്പോൾ ഈ ഒരു ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. അതിനെ ആരും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ കുറ്റം പറയുന്നുമില്ല കേട്ടോ. നിങ്ങൾ ചോദിക്കുന്നതിനെ ഞാൻ ഒരിക്കലും ദേഷ്യത്തോടെയുള്ള, എനിക്ക് ഒരു പക്ഷേ അതിന് ഉത്തരം പറയുമ്പോൾ എൻ്റെ ശബ്ദം ഇടാറുണ്ടെന്നുള്ളൂ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിന് ചെയ്യരുതെന്നോ പറയരുതെന്നോ ചോദിക്കരുതെന്നോ ഒന്നും അതിനർത്ഥമില്ല. അതിൻ്റെ റിയാലിറ്റി നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം, അത്രയേ ഉള്ളൂ. അങ്ങനെ നോക്കട്ടെ കേട്ടോ. പിന്നെ ഇത്രയും ആളുകൾ വിസ കാലാവധി നീട്ടുമോ? ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെന്താണ്, ജർമ്മനിയിൽ നിന്നും ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ദുബായിലെത്തിയ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? അർമേനിയയിൽ നിന്നും അല്ലേ? ആക്ച്വലി സാൻറ്റി ഒരാൾ എന്നോട് കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അവര് പക്ഷേ അത് ഖത്തർ വഴി പണ്ട് വന്നതാണ്. അതായത് ഈ ഒരു റെസ്ട്രിക്ഷൻ ഇമ്പോസ് ചെയ്തതിന് ശേഷം, അതായത് അതിനുള്ളിൽ ആ സമയത്ത് തന്നെ ഖത്തറിലുണ്ടായിരുന്നു. അങ്ങനെ വന്ന ഒരാളെ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇതുവരെ ഒരാൾ വരും, ഉസ്ബെക്കിസ്ഥാൻ വഴി വരും എന്ന് പറഞ്ഞിരുന്നു. അവരുടെ ടിക്കറ്റ് ക്യാൻസലായി എന്ന് പറഞ്ഞിരുന്നു എന്നോട്. മാരീഡ് ആണോ എന്നോ? ദിലീപ് മാരീഡാണ്, വലിയ കുട്ടിയുണ്ട്. എന്നിട്ടാണ് വെറുതെ ചോദിക്കണം നമ്പറുകൾ. ഒരു ന്യൂ റേഡിയോ സ്റ്റേഷൻ തുടങ്ങിക്കൂടെ? യെസ് ബാബു, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ തുടങ്ങിയെന്ന് ചോദിച്ചാൽ മതി. ആ ഫ്രിക്ഷൻ മാറും. യു ഹാവ് ദ സ്ട്രെങ്ത്.
ജിത്തു, അത് ഒട്ടും ഒരു പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ ജിത്തു, ഇത് ഞാൻ അറിയുന്ന ജിത്തു അല്ലേ? അങ്ങനെയാണെങ്കിൽ ജിത്തുവിനെ എന്നെ അറിയാം, നന്നായിട്ട് അറിയാം. ഫ്രിക്ഷൻ എപ്പോഴും ഉണ്ടാവും. അത് കുറേ നാൾ, ഒരു പക്ഷേ ഞാൻ ഇത്രയും ലോങ് ടേം വർക്ക് ചെയ്ത ഒരു സ്ഥലം ഉണ്ടായിട്ടില്ല, അതിൻ്റെ ആയിരിക്കും. പിന്നെന്താണ്, ഇതെന്താണ് വീണ്ടും വീണ്ടും റേഡിയോ സ്റ്റേഷൻ ചേച്ചി വരെ ചെയ്തൂടെ നിഖിൽ? അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഐ വിൽ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓപ്ഷൻസ് ഭയങ്കര ലിമിറ്റഡ് അല്ലേ? പിന്നെ അവിടെ വേക്കൻസി ഉണ്ടാവണം. ഓപ്ഷൻസ് ഭയങ്കര ലിമിറ്റഡ് ആണെന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു പ്രൊഫഷൻ്റെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ളൂ അവിടെ. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ആവണം കാര്യങ്ങൾ, അങ്ങനെയൊക്കെ വന്ന് എല്ലാം ഒത്തു വരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ നോക്കാം, ചിന്തിക്കാം. പിന്നെന്താണ്, ഇപ്പോൾ എമിറേറ്റ്സ് ID ഡിലേ ആണോ ഇപ്പോൾ വിസ റിന്യൂവൽ ചെയ്യുമ്പോൾ? അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചുള്ളൂ. ഫോളോ മാൻ എന്നാണ് പേരിട്ടുള്ളത്. എമിറേറ്റ്സ് IDയുടെ ന്യൂ വേർഷൻ പുറത്തിറങ്ങാൻ പോവാണെന്ന് എമിറേറ്റ്സ് അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എമിറേറ്റ്സ് IDക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് ആ ഒരു ഫിസിക്കൽ ആ ഒരു കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ICA UA എന്ന് പറയുന്ന സ്മാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആ ഒരു ആപ്പിൽ കിട്ടുന്ന QR കോഡ് നിങ്ങളുടെ എന്ത് പർപ്പസിനും നിങ്ങൾക്കത് കാണിച്ചാൽ മതി. അത് ഈക്വലന്റ് ആയിട്ട് അവർ എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഗവൺമെന്റ് ഓഫീസസിലും അതിന്റെ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ പറഞ്ഞ എമിറേറ്റ്സ് ID സ്കൂളിൽ കൊടുക്കണം എന്ന് ഇവിടെ വിജയ് അല്ലെ? വിജയ് സുദേവൻ വിജയ്. അപ്പൊ ഇത് ചെയ്താൽ മതി കേട്ടോ. സ്കൂളിലൊക്കെ സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ICA UA എന്ന് പറയുന്ന സ്മാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഇത് കാണിച്ചാൽ മതി. ഏത് QR കോഡ് കാണിച്ചാൽ മാത്രം മതി. അത് ചോദിച്ചു നന്നായി, അല്ലെങ്കിൽ അത് വിട്ടുപോയെന്ന് പറയാനായിട്ട്. എമിറേറ്റ്സ് ID ഫൈൻ യെസ്, QR കോഡ് കൊണ്ട് വാക്സിൻ എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ എല്ലാ സർവീസസിനും ഇത് മതി എന്നുള്ളതാണ് ഇപ്പൊ വന്നിട്ടുള്ള കാര്യം കേട്ടോ. അത് ഗവൺമെന്റ് തന്നെ അനൗൺസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ലൈസൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പുതിയതെടുക്കണം. അതിന്റെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പുതിയതെടുക്കണം. ഹൗ വിൽ എമിറേറ്റ്സ് ID ഫൈൻ? അയ്യോ, അതെനിക്കറിയില്ല കേട്ടോ. സാധാരണ നോട്ടിഫിക്കേഷൻ വരും, മെസ്സേജ് വരും എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വാക്സിനേഷൻ ഇപ്പോൾ നിലവിൽ ഒരു മാർഗവും ഇല്ല. ഒരു പക്ഷെ അത് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ആവും. കാരണം ഇപ്പൊ തന്നെ എബവ് 85% ആളുകളിലേക്ക് വാക്സിൻ എത്തിക്കഴിഞ്ഞു. അപ്പൊ അതിനുശേഷം എന്തായാലും ഒരു പക്ഷെ വിസിറ്റ് വിസയിലുള്ളവർക്കും കൂടി എന്താ പറയുക റീസ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എമിറേറ്റ്സിനെ കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോ ചെയ്താൽ വളരെ ഉപകാരമാകും. എമിറേറ്റ്സ് IDയെ കുറിച്ച് അല്ലേ? അതാണ് ഉദ്ദേശിച്ചത്. നോക്കട്ടെ കേട്ടോ. എങ്ങനെയാണ് ധാരാണ് കുറച്ച് ലൈവിൽ സിം കാർഡ് രജിസ്റ്റർ ചെയ്യാ? ആരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. സിം കാർഡിന് രജിസ്റ്റർ ചെയ്യാന്ന് നമ്മൾ സാധാരണ രീതിയിൽ എന്താ ചെയ്യാറ്? നമ്മൾ അവിടെ ഔട്ട്ലെറ്റിൽ പോവില്ലേ? മിസ്റ്റർ MD ഗുഡുഷ്മിയ പ്ലീസ്. എന്താന്ന് വെച്ചാല് പിന്നെന്താണ്, അപ്പോൾ നമ്മൾ സാധാരണ പോവല്ലേ? എനിക്കെന്താന്ന് വെച്ചാൽ നിങ്ങളുടെ മെസ്സേജസ് കാണുന്നില്ല. ആരും ലൈവിന് ഇൻവിറ്റേഷൻ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മെസ്സേജസ് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. കുട്ടിക്ക് പാല് കൊടുക്കുന്ന അമ്മയ്ക്ക് വാക്സിൻ കൊടുക്കാൻ പറ്റുമോ? ഷാർജ വിസിറ്റ് വിസ. ഓ മൈ ഗോഡ്. കുട്ടിക്ക്, അതായത് ഫീഡിങ് മദറിന് വാക്സിൻ എടുക്കാൻ പറ്റും. ഫൈസർ ബ്ലോക്ക് ചെയ്താലോ? സൊല്യൂഷൻ പറ. അപ്പൊ ഫീഡിങ് മദേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫീഡിങ് മദേഴ്സിന് ഷാർജ വിസയാണ്. ഷാർജയിലും ഇപ്പോൾ സേഹ സെന്റേഴ്സിന്റെ കീഴിൽ ഫൈസർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈസർ എടുക്കാവുന്നതാണ്. അത് DHA വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് DHAയിൽ മാത്രമാണ്, ദുബായ് ഹെൽത്ത് അതോറിറ്റിയിൽ മാത്രമാണ് നമ്മുടെ ഫൈസർ എടുക്കാൻ പറ്റിയിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. സേഹ സെന്റേഴ്സിന്റെ കീഴിലൊക്കെ ഫൈസർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ധൈര്യമായിട്ട് പോയിട്ട് വാക്സിൻ കൊടുത്തോളൂ കേട്ടോ. അതോട് കുട്ടിക്കും കൂടി നല്ലതാണെന്നാണ് പറയുന്നത്. കുട്ടിക്കും ആ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുമെന്നാണ് പറയുന്നത്. അമ്മ ഫീഡിങ് മദർ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ. വിസ കഴിഞ്ഞ് വല്ല നാട്ടിലെത്താൻ വിസ കഴിഞ്ഞു വല്ല ഉണ്ടോ? ഒന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ ഫാമിലി നാട്ടിൽ വെക്കേഷൻ പോയിരിക്കുകയാണ്. പക്ഷെ എനിക്കൊരു പുതിയ ജോലി ഓഫർ. വിസ ചേഞ്ച് പറ്റുമോ? പറ്റും. ഇവിടെ ഉള്ളവർക്ക് വിസ ചേഞ്ച് നടക്കുന്നുണ്ട്. ഞങ്ങൾ മാളക്കാരനല്ല. ഞങ്ങളുടെ വീട്ടുപേര് ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ എവിടെ ഇരുന്നത് കേട്ടാ. നിങ്ങളുടെ കാര്യമായിട്ടല്ല, ഞാൻ പറഞ്ഞില്ലേ അവരോട്
ചോദിച്ചാൽ മതി. ഞാൻ പറഞ്ഞു കപ്പേള കഴിഞ്ഞ് മേലൂർക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ 4-ാമത്തെയോ 5-ാമത്തെയോ വീട്. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചാൽ മതി സിന്ധുവിൻ്റെ വീട് ഏതാണ് എന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അനസ് ഖത്തറിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് സിന്ധു ചേച്ചി, കുറേ പേരുടെ മെസ്സേജസ് എപ്പോൾ എടുക്കാൻ പറ്റും ചേച്ചി? കൊറോണ പ്ലസ് ആയിട്ട് സെക്കൻഡ് എപ്പോൾ എടുക്കാൻ പറ്റും? വേറെ കാര്യമായിട്ടുള്ള സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ കറക്റ്റ് ഗ്യാപ്പിൽ തന്നെ എടുക്കാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ. കാരണം എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തത് കറക്റ്റ് 28th ഡേ തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഒരു 30-35 ദിവസം കഴിയുമ്പോഴേക്ക് എടുക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എടുത്ത ഫാമിലിയിലെ അംഗമായിട്ടാണ് പറയുന്നത്. ഞാൻ കിസൈസിലാണോന്നോ? അല്ല, ഞാൻ ജുമേറയിലാണ് ദിലീപ്. ജുമേറ. ഹൗ ക്യാൻ ഐ ചേഞ്ച് വിസ ടു ന്യൂ ജോബ് ഈവൻ മൈ ഫാമിലി ഈസ് ഓൺ വെക്കേഷൻ ഇൻ ഇന്ത്യ? ഓക്കെ സന്തോഷ്, അത് ചെയ്യാൻ പറ്റുമല്ലോ. ഒരു ടൈപ്പിംഗ് സെന്ററിൽ പോയി ചോദിച്ചാൽ മതിയല്ലോ. ഈ തഷീൽ പോലുള്ള സെന്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വിവരം അറിയാൻ സാധിക്കും. പിന്നെന്താണ്? പിന്നെ അൽഖേൽ കമ്മ്യൂണിറ്റിയേക്കാളും റെന്റ് കുറവാണോ ഇപ്പോഴത്തെ ഏരിയ? റെന്റ് കൂടുതലാണ് ജിത്ത്, നന്നായി കൂടുതലാണ്. ഹൗ ക്യാൻ ഐ ചേഞ്ച് വിസ റിലേഷൻസ് കാണിച്ച് പിന്നെന്താണ് നോക്കട്ടെ കുറച്ച് കാര്യങ്ങൾ. ഇനി ഒരു വേക്കൻസിയുടെ കാര്യം പറയാട്ടെ. കുറച്ച് പേരൊക്കെ ഇവിടെ എന്താ പറയുക ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു കാര്യം ഞാൻ എന്തായാലും പറയാം. ഓക്കെ, 1 minute. ഇത് അയച്ച ആളുടെ പേര് ഞാൻ പെട്ടെന്ന് മറന്നു. ഇത് RTA ഒഫീഷ്യൽ ആയിട്ടുള്ള വ്യക്തി അയച്ച മെസ്സേജാണ്. അത് അദ്ദേഹത്തിന്റെ പൊസിഷൻ ഞാൻ നോക്കട്ടെ കേട്ടോ. അദ്ദേഹത്തിന്റെ പൊസിഷൻ ഞാൻ പറയാം. RTA മീഡിയ ഓഫീസർ എനിക്ക് അയച്ചു തന്ന ഇൻഫർമേഷൻ ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വാക്ക് ഇൻ ഇന്റർവ്യൂസ് നടക്കാൻ പോവാണ് ഈ വരുന്ന ഫ്രൈഡേ, അതായത് നാളെ ജൂൺ 11-ാം തീയതി മുതൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂ ഫോർ ടാക്സി ഡ്രൈവേഴ്സ്. ദുബായ് ടാക്സി കോർപ്പറേഷൻ ആണ് ഈ ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നത്. അമ്മാൻ സ്ട്രീറ്റ്, മുഹൈസനയിലെ അമ്മാൻ സ്ട്രീറ്റിൽ. ഞാൻ ഓൾറെഡി എൻ്റെ ഇൻസ്റ്റാ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഞാൻ ഇത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഞാനിപ്പോൾ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഈസി ആ ഇൻസ്റ്റയിലെ ആ ഒരു ഡീറ്റെയിൽസ് എടുക്കുന്നതായിരിക്കും. സ്റ്റോറി ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരുള്ളത് കൊണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരുള്ളത് കൊണ്ട് ഞാൻ അവരിലേക്ക് എത്തിക്കാം. നിങ്ങൾക്ക് ചുറ്റുള്ള ആവശ്യക്കാരിലേക്കും കൂടി ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാം. ഇത് RTA ഒഫീഷ്യൽ മീഡിയ ഓഫീസർ അയച്ചു തന്ന ഇൻഫർമേഷൻ ആണ്. അപ്പോൾ നമുക്ക് 100% റിലയബിൾ ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് പറയാണ്. ജൂൺ 11-ാം തീയതി മുതൽ ജൂൺ 15-ാം തീയതി വരെ വൈകിട്ട് 4 മുതൽ 8 മണി വരെ വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കാണ്. ദുബായ് ടാക്സി കോർപ്പറേഷന്റെ ആണ് ഈ ഒരു ഇന്റർവ്യൂ നടത്തുന്നത്. വാക്ക് ഇൻ ഇന്റർവ്യൂ ആണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് CVs അയക്കാനുള്ള ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. recruitment@dtc.gov.ae അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പർ തന്നിട്ടുണ്ട് 05651517991. ഇത് എനിക്കറിയാം, ഇത് എഴുതിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ പറയാ, എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ദുബായ് RTA മീഡിയ ഓഫീസർ അയച്ചു തന്ന മെസ്സേജാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. ഫാമിലി വിസസ്, താങ്ക് യു. എമിറേറ്റ്സ് ID റിന്യൂവൽ ചെയ്തിപ്പോൾ വരുന്നില്ല, ശരിക്കുമാണോ? ID തന്നെ യൂസ് ചെയ്യാം? അല്ല അർജുൻ, ഞാനിപ്പോൾ പറഞ്ഞു. അർജുൻ നായരുടെ മെസ്സേജ് കണ്ടു. കുറേ പേര് അതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കൽ ആ ഒരു കാർഡ് കിട്ടുന്നത് വരെ ചെയ്യേണ്ടത് ICA UAE എന്ന് പറയുന്ന സ്മാർട്ട് ആപ്പ് യൂസ് ചെയ്താൽ മതി. അതിൽ വരുന്ന QR കോഡ് എല്ലാ ഗവൺമെന്റ് സർവീസസിലും, അതായത് ID വെച്ചിട്ട് അപ്ലിക്കേഷൻ ചെയ്യേണ്ട എല്ലാ ഗവൺമെന്റ് സർവീസസിലും നിങ്ങൾക്ക് ഈ ഒരു QR കോഡ് കാണിച്ചാൽ മാത്രം മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെസ്റ്റോയിൽ വീഡിയോ ചെയ്തപ്പോൾ മാസ്ക് ഒന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഫസ്റ്റ് വീഡിയോ തന്നെ പറഞ്ഞിരുന്നു. പിന്നെ ലെങ്ത് കൂടിയപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ചാൽ 6 മണിക്കാണ് ഞാനും എൻ്റെ മകളും കൂടിയിട്ട് നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. പുലർച്ചെ 6 മണി. അതായത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 5:20 പുറപ്പെട്ടിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും അവിടെ എത്തിയത്. അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫ് തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ GM, ദെൻ അവിടുത്തെ ഫ്ലോർ മാനേജേഴ്സ്, അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവൻ കൗണ്ടേഴ്സിൽ പോലും ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നില്ല.
ഉണ്ടായിരുന്നില്ല, ഹെൽപ്പ് ചെയ്യുന്ന ആ സെക്ടറിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങാറായപ്പോഴേക്കും കുറച്ച് പേരൊക്കെ വന്ന് തുടങ്ങിയിട്ട്, ഐ മീൻ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴും നെസ്റ്റോ, പബ്ലിക്കിനെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സ്റ്റാഫ് കുറച്ച് പേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ മാസ്ക് ഇല്ലാതെ ഷൂട്ട് ചെയ്തത്. ശല്യം കൂടുതൽ വാർത്തകളുണ്ട്. ലേഡീസ് ലൈവ് വന്നാൽ റിക്വസ്റ്റ് അയക്കും. ഓ അങ്ങനെ, ഓക്കെ യാ ജിത്തു, ഞാനതാണ് ചോദിച്ചത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. റിന്യൂവൽ ചെയ്ത എമിറേറ്റ്സ് ഐ ഡി അത് ഞാൻ പറഞ്ഞു. എന്ത് പറ്റി കാണുന്നില്ല? ഫൈസൽ അന്വേഷിക്കൂ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇന്ന് എന്തൊരു ആവശ്യത്തിന് ഞാൻ എൻ്റെ ഗൂഗിളിൽ ഒരു ഡോക്യുമെൻ്റ് സെർച്ച് ചെയ്യായിരുന്നു. ഒരു റിപ്പോർട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ സിന്ധു ബിജു എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തു. അപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാം കുറേ പേര് സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ ഈ സംഭവം തന്നെയാണ് കണ്ടത്. എന്തുകൊണ്ട് ജോലിയിൽ നിന്ന് വിട്ടു എന്നുള്ളതാണ് കൂടുതൽ പേര് ഗൂഗിൾ ചെയ്ത് നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. സിന്ധു ചേച്ചിയെ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും 8:03 ജോലിയുടെ വേക്കൻസിയുടെ കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ. വളരെയധികം സന്തോഷം. ഇത്രയധികം പേര് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 8:05 ആകുമ്പോൾ ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ മെയിൻ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. ഒന്ന്, എമിറേറ്റ്സ് എയർലൈൻസിന്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിലൂടെ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എമിറേറ്റ്സിന്റെ ട്വിറ്റർ പേജിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജൂലൈ 6-ാം തീയതി വരെ, മനസ്സിലായി എന്താ പറയുക, ജൂലൈ 6-ാം തീയതി വരെ മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു ട്രാവൽ റെസ്ട്രിക്ഷൻസ് എക്സ്റ്റെൻഡ് ചെയ്തേക്കാം എന്നുള്ളതാണ് എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ അവർ അവരുടെ വെബ്സൈറ്റിലും ആ ഒരു അപ്ഡേഷൻ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ജൂൺ 15-ാം തീയതി മുതൽ അബുദാബിയിൽ കൊണ്ടുവരുന്ന റെസ്ട്രിക്ഷനാണ്. അതായത് അബുദാബിയിൽ റെസ്ട്രിക്ഷൻ എന്ന് പറയാൻ പറ്റില്ല അതിനെ, കാരണം അബുദാബിയിലുള്ളവർ പബ്ലിക് പ്ലേസസിൽ, അത് ഇപ്പോൾ ജിം ആവാം, സ്വിമ്മിംഗ് പൂൾ ആവാം, ഷോപ്പിംഗ് മോൾസ് ആവാം, ദെൻ സൂപ്പർ മാർക്കറ്റ്സ് ആവാം, ഹൈപ്പർ മാർക്കറ്റ്സ് ആവാം, ഇവിടെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈവശം ഗ്രീൻ പാസ് ഉണ്ടാവണം. അതായത് വിസിറ്റ് വിസയിലുള്ളവരാണെങ്കിൽ എമിറേറ്റ്സ് ID വെച്ചിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാസ് കാണിക്കാൻ പറ്റും. അതായത് പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് വാക്സിനേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ PCR എടുത്ത് 3 ദിവസം ഈ ഒരു ഗ്രീൻ പാസ് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറയുന്നത്. വാക്സിനേഷൻ പ്രക്രിയ കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാക്കിയതിന് ശേഷം PCR എടുക്കുന്നവർക്ക് 1 മാസം ഈ ഒരു ഗ്രീൻ പാസ് നിൽക്കും. ഇനി അത് ഫസ്റ്റ് ഡോസ് കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം അത് നോക്കണം കേട്ടോ, വൈകാട്ട് പറയാനൊന്നും എനിക്കറിയില്ലേ. അത് ഫസ്റ്റ് ഡോസ്, സെക്കൻഡ് ഡോസ് എടുത്ത് 28 ദിവസത്തിന് മുൻപ് PCR എടുത്തവരാണെങ്കിൽ അവർക്ക് 14 ദിവസമേ അത് ഗ്രീൻ പാസ് നിൽക്കൂ. സെക്കൻഡ് ഡോസിന് മുന്നേ PCR എടുക്കുകയാണെങ്കിൽ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ 7 ഡേയ്സ് ആ ഗ്രീൻ പാസ് നിൽക്കും. പിന്നെ സെക്കൻഡ് ഡോസ് 48 ദിവസം കഴിഞ്ഞ് എടുത്തവരാണെങ്കിൽ, കുറെ വലിയ ഗ്യാപ്പിന് ശേഷം എടുത്തവരാണെങ്കിൽ 3 ദിവസം നിൽക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി വാക്സിൻ എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഒരു PCR എടുത്തു കഴിഞ്ഞാൽ 7 ഡേയ്സ് ഈ ഒരു ഗ്രീൻ പാസ് നിൽക്കും. ദെൻ ഇതുവരെ വാക്സിനേഷൻ എടുക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം PCR എടുത്താൽ 3 ദിവസം മാത്രമേ ഈ ഒരു ഗ്രീൻ പാസ് നിൽക്കൂ. ഈ ഒരു ഗ്രീൻ പാസ് എന്ന് പറയുന്നത് ദുബായ് ബോർഡർ എടുത്ത്, അതായത് ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് പോകുന്ന സമയത്ത് ബോർഡറിൽ കാണിച്ച് PCR എടുക്കാതെ കടക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല, മറിച്ച് അബുദാബി റെസിഡൻസിന് അബുദാബിയിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നതിന് കാണിക്കേണ്ടി വരുന്ന ഗ്രീൻ പാസ് ആണ് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ കുറേയധികം സംശയങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ട് അൻവർ. പക്ഷെ ചില കാര്യങ്ങളിലൊക്കെ സംശയങ്ങൾക്ക് ഉത്തരം പറയാതെ നിൽക്കുന്നതായിരിക്കും നല്ലത്. ചില രഹസ്യങ്ങൾ എപ്പോഴും നല്ലതല്ലേ എന്ന ചോദ്യത്തോടെ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ലൈവ് സെഷൻ കംപ്ലീറ്റ് ചെയ്യാണ്. വളരെയധികം സന്തോഷം, കുറേയധികം പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. സേഫ് ആയിട്ടുള്ളൊരു വീക്കെൻഡ് ആയിരിക്കട്ടെ. കാരണം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ, ഈ ചൂടായതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ആണ് എല്ലാവർക്കും. അതുകൊണ്ട് കഴിവതും പുറത്തുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒഴിവാക്കി സേഫായി, ഡീഹൈഡ്രേറ്റഡ് ഒന്നും ആവാതെ സേഫ് ആയിട്ടുള്ള ഒരു വീക്കെൻഡ് ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പോൾ കുറേയധികം പേര് എല്ലാത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇൻഫർമേഷൻ വീഡിയോ ചെയ്തിടുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത സൺഡേ ഏകദേശം ഈ സമയത്ത് തന്നെ ലൈവിൽ എന്നെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ഈ ഒരു ലൈവ് സെഷൻ നിങ്ങൾക്ക് ഗുണകരമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗുണകരമായോ?
എന്നൊരു ചോദ്യം ചോദിച്ചാൽ യെസ് പറഞ്ഞേക്കും. ആണെങ്കിൽ മാത്രം, ഗുണകരമായെങ്കിൽ മാത്രം ഒരു തംസപ്പ് സൈൻ ഇട്ടാൽ മതി, ടപ്പ് പറഞ്ഞിട്ട്. ഒരു സൈൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിർത്താം. പിന്നെ ഞാൻ കൂടുതൽ പേർക്ക്, അപ്പം നിങ്ങൾ കുറച്ച് പേരൊക്കെ നന്നായി എന്ന് വിചാരിക്കുന്നതായതുകൊണ്ട് ഞാൻ പിന്നെ അധികം യെസ് താങ്ക് യു മതി താങ്ക് യു മരിയ മുഹമ്മദ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ, ടേക്ക് കെയർ, ബൈ.